ഹലോ, എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. അവതാര പുലികൾ തുടങ്ങുകയാണ്. നിങ്ങൾക്ക് അറിയുന്നത് പോലെ മണിയുടെ മീഡിയ സിറ്റിയിലെ ടൊൽക്കെ വിസ്താര സ്റ്റുഡിയോയിൽ നിന്നാണ് ഈ തത്സമയ സംപ്രേഷണം പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. അപ്പോൾ അടുത്ത 3 മണിക്കൂർ നേരം നിങ്ങൾക്കറിയാം, എല്ലാ ഞായറാഴ്ചയും വൈകുന്നേരം 6 മണി മുതൽ 9 മണി വരെയാണ് ഈ പരിപാടി സംപ്രേഷണം ചെയ്യുന്നത്. 24 സ്റ്റാർ അവതാരകർ ഒന്നടങ്കം ഈ പരിപാടിയിൽ പങ്കെടുക്കും. നിങ്ങൾക്കായി പതിപോലെ കഴിഞ്ഞ ഞായറാഴ്ചയിലും ഉണ്ടായതുപോലെ ചില സർപ്രൈസുകൾ നമ്മൾ കാത്തുവച്ചിട്ടുണ്ട്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, അടുത്ത 3 മണിക്കൂർ നേരം നമ്മൾ ഒന്നിച്ച് യാത്ര ചെയ്യും. അപ്പോൾ തീർച്ചയായിട്ടും ഒരുപക്ഷെ നിങ്ങൾക്ക് സാധാരണഗതിയിൽ ഒരു വാർത്താ ചാനലിന് ലഭിക്കാത്ത ചില സർപ്രൈസുകൾ ഈ പരിപാടിയിൽ ഞങ്ങൾ കാത്തുവച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് മണിയുടെ ടോൾക്കെ വിസ്താരയിൽ നിന്നാണ് ഈ സംപ്രേഷണം വരുന്നത്. അപ്പോൾ പ്രേക്ഷകർക്ക് കൂടി ഇൻവോൾവ്മെൻ്റ് ഉള്ള ചില പരിപാടികളുണ്ട്. അതേപോലെ നിങ്ങൾക്ക് ചില സമ്മാന പദ്ധതികളും ഇന്ന് നമ്മൾ കാത്തുവച്ചിട്ടുണ്ട്. ചില രസകരമായ, കൗതുകം നിറഞ്ഞ, ചില വിചിത്രമായ ചില സർപ്രൈസുകൾ. അപ്പോൾ നമുക്കിനി വിളിക്കാനുള്ളത് ആരാന്നറിയാമല്ലോ, നമ്മുടെ അവതാര പുലികളായിട്ടുള്ള അവതാരകർ ഇനി വരാനുണ്ട്. ഈ അവതാരകരെ മുഴുവൻ ഞാൻ പൂർണ്ണ മനസ്സോടെ സ്വാഗതം ചെയ്യുന്നു. യു ആർ വെൽക്കം. വിജയ, ജീവിതമൊക്കെ എങ്ങനെ പോകുന്നു? അങ്ങനെ കുഴപ്പമില്ല, ഇങ്ങനെ പോകുന്നു. വിജയൻ അർത്ഥം വെച്ചൊരു ചിരിയിരിച്ചല്ലോ. അല്ല, ഇന്ന് ആരൊക്കെയാണ് ഇരകളെന്നുള്ള അറിയാനൊരു ആകാംക്ഷ ഉണ്ടായി. എന്റെ നെഞ്ചത്തോട്ട് കയറാൻ പോകുന്നുള്ളത് അല്ലേ? ഓക്കെ ഓക്കെ. വിജയ, ജീവിതമൊക്കെ എങ്ങനെ പോകുന്നു? നന്നായി, കുഴപ്പമില്ല, സന്തോഷമായിട്ട്. സുരക്ഷിതവും സുരക്ഷിതമല്ലേ? ഓക്കെ. ടി കെ റീജിയത്തിന് അതിൽ എന്തോ ഒരു സംശയമുള്ള പോലെ വിജയന്റെ ജീവിതത്തിൽ ഇടപെടാൻ തീരുമാനിച്ചു. ഓക്കെ. തലപ്പൊക്കത്തിൽ ആഷ്മി എന്ത് പറയുന്നു? കഥാപ്രസംഗം എങ്ങനെ പോകുന്നു? അപ്പൊ ഈ കഥാപ്രസംഗത്തിനെതിരായിട്ട് വല്ല ഏറുപടക്കങ്ങൾ വന്നിട്ടുണ്ടോ? ഇല്ല. സോഷ്യൽ മീഡിയയിലൊക്കെ ആക്രമണം എങ്ങനെയുണ്ട്? അതില്ലാതെ ഇപ്പൊ ഉറങ്ങാൻ പറ്റില്ല. തിരിച്ചു ചൊറിയാൻ പോകുന്നില്ല ആഷ്മി. ഗോപികൃഷ്ണൻ, അപ്പൊ എങ്ങനെ നമ്മുടെ പി ജെയിംസുമായിട്ട് ഉള്ള ബന്ധമൊക്കെ കുഴപ്പമില്ല, ശക്തമായിട്ട് മുന്നോട്ട് പോകും. അപ്പൊ പ്രിജിൻ, നമുക്കിന്ന് ഞാൻ വിചാരിക്കുന്ന നമ്മുടെ അനുജ എന്തായാലും വളരെ പാടാൻ തയ്യാറായിട്ടില്ലെന്ന് തോന്നുന്നു. അപ്പൊ പ്രജിൻ അല്ലേ? അനുജ തയ്യാറായിട്ടുണ്ടോ? പ്രജിനാണ് നമ്മുടെ ആസ്ഥാന ഗായകൻ. പ്രേക്ഷകർക്ക് അറിയുന്നില്ല, പ്രജിൻ സി കണ്ണനാണ്. പല കാര്യത്തിലും ആസ്ഥാനത്ത് ഇരിപ്പിടമുള്ള ആളാണ് അദ്ദേഹം. അപ്പൊ അതെന്താണെന്ന് നമുക്ക് പ്രേക്ഷകരുടെ എല്ലാം അങ്ങ് പറയാൻ പറ്റുമെങ്കിൽ എന്ന് എളുപ്പമായിരുന്നു കാര്യങ്ങൾ. അതെ, ഞാനെല്ലാം അറിയുന്നുണ്ട്. മാത്രമല്ല പ്രിയപ്പെട്ട പ്രേക്ഷകരെ, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കുറേ കാലത്തിന് മുമ്പൊക്കെ ഞാൻ വിചാരിച്ചിരുന്നത് ചില കാര്യങ്ങളൊക്കെ നമുക്കുണ്ടെങ്കിൽ ഒരു കാലത്ത് പാതിരാ പ്രക്ഷേപണത്തിലൂടെ അതൊക്കെ കൊടുക്കാമെന്നായിരുന്നു. ഇപ്പൊ പട്ടാപ്പകലും പാതിരായ്ക്ക് ഒരുപോലുള്ള പ്രക്ഷേപണം വരുന്നത്. അതുകൊണ്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ്. എന്തായാലും പ്രജിൻ സി കണ്ണന്റെ ഒരു മനോഹരമായ ഗാനത്തോടെ നമുക്ക് ഇന്നത്തെ അവതാര പുലികൾ ആരംഭിക്കാം. ഓവർ ടു അവർ പ്രിയപ്പെട്ട പ്രജിൻ സി കണ്ണൻ. പ്രജിൻ, മനോഹരമായ ഒരു ഗാനം. ഏത് പാട്ടിനോടാ എപ്പോഴും പ്രജിൻ സി കണ്ണന് താല്പര്യം? റൊമാൻറ്റിക്, ഓൾഡ്, ന്യൂ? എല്ലാ പാട്ടും ഇഷ്ടമാണ്. ആണല്ലേ? ഇപ്പൊ പാടാൻ പോകുന്ന ഒരു സെമി ക്ലാസിക്കൽ സോങ് ആണ്. ഓക്കെ. ക്ലാസിക്കലൊക്കെ പഠിച്ചിട്ടുണ്ടോ പ്രജിൻ? ഞാൻ പഠിച്ചിട്ടില്ല. ഇല്ല, നന്നായി. പിന്നെ ഞങ്ങള് മുഴുവനും ക്ലാസിക്കൽ കേൾക്കേണ്ടി വന്നു അല്ലേ? ഓക്കെ, ബഹുമാനം തോന്നി പോകുന്നു. അപ്പൊ ആ പാട്ട് പാടാം. ഇത് പ്രമദവനം എന്ന പാട്ട്. എന്തുവാ ഇത്? കൈവിട്ടു പോയി. ഓക്കെ, തകർക്കൂ. താങ്ക് യു. നിങ്ങൾ ഇത്തിരി നടുക്കോട്ട് വന്ന് പാടാൻ തോന്നുന്നു പ്രജിൻ സി കണ്ണൻ. തകർത്തു, പൊളിച്ചു. ഓക്കെ. ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായ ആരാണ് ഹു ഈസ് പ്രജിൻ സി കണ്ണൻ. താങ്കൾക്ക് മനസ്സിലായി? അവതാര പുലി തന്നെ. കഴിഞ്ഞ 1 മണിക്കൂർ പ്രാക്ടീസിലായിരുന്നു. ഓക്കെ. ഷുഗയിൽ എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസം ഉണ്ടോ? നല്ല അഭിപ്രായം അല്ലേ? വിജ്ഞാനപ്രദമായല്ലോ ഗാനം വിജ്ഞാനപ്രദമായല്ലോ. അതെ, വിജ്ഞാനപ്രദമാണ്. പ്രാക്ടീസിന്റെ ഒരു ഇത് കാണാനുണ്ട് സർ. നല്ല പ്രാക്ടീസ്. ഷുഗയിലൂടെ ഇത്തിരി പ്രാക്ടീസ് ചെയ്യാം. ഇപ്പൊ ഒരു പ്രചോദനമായി സർ, ചെയ്യാം. അത് നേരത്തെ ഒന്ന് പറഞ്ഞേക്കണം. അല്ല, നേരത്തെ ഒന്ന് പറഞ്ഞാൽ നമുക്ക് മുൻകരുതലുകൾ എടുക്കാം ആഷ്മി, അതല്ലേ എൻ്റെ. അപ്പോൾ ഇന്ന് പ്രിയപ്പെട്ട പ്രേക്ഷകർ, നിങ്ങൾക്ക് അറിയുന്ന പോലെ ഇന്ന് ആറ്റുകാൽ പൊങ്കാലയായിരുന്നു. തിരുവനന്തപുരം ജില്ലയിൽ ശരിക്കും ഭക്തജനങ്ങളെ കൊണ്ട് നിറഞ്ഞു കവിഞ്ഞിരുന്നു. 5 ലക്ഷത്തിലധികം ആളുകൾ ഇതിൽ പങ്കെടുത്തു എന്നാണ് പ്രാഥമിക കണക്ക്. കഴിഞ്ഞ വർഷവും 5 ലക്ഷത്തോളം ആളുകൾ ഈ പരിപാടിയിൽ പങ്കെടുത്തു. അപ്പോൾ നമ്മുടെ 2 സഹോദരിമാരെ നമ്മൾ തിരുവനന്തപുരത്തേക്ക് അയച്ചു. 2 പുലികൾ, 2 അല്ല 4 പുലികൾ പോയി. അത് 2 പുലികൾ നമുക്കൊപ്പം ചേരുകയാണ്. സ്മിത ഹരിദാസും പ്രവിത ലക്ഷ്മിയും. അവർ യഥാർത്ഥത്തിൽ ഈ തിരുവനന്തപുരത്തെ നല്ല ചൂടിൽ അലഞ്ഞ് നടക്കുകയായിരുന്നു.
പതിനായിരക്കണക്കിന് വരുന്ന ഭക്തജനങ്ങൾക്കിടയിലൂടെ 24-ന്റെ മൈക്രോഫോണൊക്കെ പിടിച്ച് ഇങ്ങനെ ഉല്ലസിച്ച് തകർത്ത് ഇങ്ങനെ വന്നിട്ടുണ്ട്. അപ്പോൾ പൊങ്കാല അവസാനിച്ച് കഴിഞ്ഞപ്പോൾ നമ്മളെ പൊങ്കാല ഇടാനായിട്ട് വരുന്നുണ്ട് അല്ലേ? ഓക്കെ. അപ്പോൾ പ്രവിത ലക്ഷ്മിയും സ്മിത ഹരിദാസും ചേരുന്നു. നമസ്കാരം. ചൂടെങ്ങനെ ഉണ്ടായിരുന്നു? അയ്യോ പാവങ്ങള് എന്തൊരെണ്ണ കരിഞ്ഞെണ്ണ വല്ലാത്ത ക്ഷീണമുണ്ട്. ചൂട് എങ്ങനെ ഉണ്ടായിരുന്നു ചോദ്യത്തിന് പ്രസക്തി ഇല്ല. ഞങ്ങൾ കരിഞ്ഞാണ് നിൽക്കുന്നത്. മാത്രമല്ല പ്രവിതലക്ഷ്മി നിന്ന സ്ഥലത്ത് 3 ഡിഗ്രി സെൽഷ്യസ് കൂടിയെന്നും ഒരു കാലാവസ്ഥ റിപ്പോർട്ടുണ്ട്. ഉണ്ട് അങ്ങനെ റിപ്പോർട്ട്. ഞാൻ നിന്നത് കൊണ്ടല്ല, അത് കാലാവസ്ഥാ പ്രവചനം മുൻപേ ഉണ്ടായിരുന്നു. തിരുവനന്തപുരം ജില്ലയിൽ 2 മുതൽ 3 ഡിഗ്രി സെൽഷ്യസ് വരെ കൂടാൻ സാധ്യതയുണ്ട്. നിങ്ങൾക്ക് സന്തോഷിക്കാൻ വകയുണ്ട്. ബാങ്കിങ് സാമ്പത്തിക രംഗങ്ങളെയൊക്കെ വളരെ ഗൗരവത്തോടെ കാണുന്ന ഒരു സീനിയർ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിലെ ഒരു സീനിയർ ഉദ്യോഗസ്ഥനായിരുന്ന ആദി കേശവൻ സാർ സ്വകാര്യമായിട്ട് ഇന്ന് വാട്സപ്പിൽ സന്ദേശം അയച്ചു. അത് പ്രസിദ്ധപ്പെടുത്തണമെന്നുള്ള കാര്യത്തിൽ എനിക്കിപ്പോഴും സംശയമുണ്ട്. എന്നാലും അദ്ദേഹം പറഞ്ഞു നിങ്ങളുടെ നല്ല റിപ്പോർട്ടിംഗ് ആയിരുന്നു. അങ്ങനെ പറഞ്ഞിരിക്കുന്നു. നല്ല റിപ്പോർട്ടിംഗ് ആയിരുന്നു എന്ന് മാത്രമല്ല അദ്ദേഹം ഇത്തിരിയുടെ കടന്ന് പറഞ്ഞിരിക്കുന്നത് മലയാള ടെലിവിഷനിൽ കണ്ട ഏറ്റവും നല്ല കമൻട്രി ഈ ആറ്റുകാൽ പൊങ്കാലയുടെ കമൻട്രി നിങ്ങളായിരുന്നു എന്ന് പറഞ്ഞു കളഞ്ഞു. ആദി കേശവ സാറിന്റെ ഒരു സമയം ഹിന്ദുവിലൊക്കെ റിപ്പോർട്ടറായിരുന്നു. ഫലം ഉണ്ടായല്ലോ. ആ ഫീഡ്ബാക്ക് ഞങ്ങൾ തീർച്ചയായിട്ടും ഒരുപാട് സന്തോഷത്തോടെയാണ് സ്വീകരിക്കുന്നത്. അതെ, നമ്മൾക്ക് ഏറ്റവും സന്തോഷം തരുന്ന ഒരു കാര്യമാണ് അതല്ലേ. എത്ര ചൂടൊക്കെ കൊണ്ടാലും വൈകിട്ട് എപ്പോഴെങ്കിലും ഒക്കെ ഒരാൾ ഇങ്ങനെ ഒരു നന്നായിരുന്നു എന്ന് പറയുമ്പോൾ വലിയ സന്തോഷമാണ് SKN. അത് തന്നെയാണ് നമ്മുടെ തൊഴിലിന്റെ ഒരു പ്രത്യേകതയും. പിന്നെ അത് മാത്രമല്ല SKN, നമ്മൾ അവിടെ ഇങ്ങനെ ഈ ചൂടത്ത് വലഞ്ഞു പൊരിഞ്ഞ് നിൽക്കുമ്പോൾ എത്ര പേരാണെന്നറിയോ 24-നോടുള്ള ഒരു സ്നേഹം അത് നമ്മളിലേക്ക് ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. ചേച്ചിമാരൊക്കെ ഇങ്ങനെ നമ്മളെ സ്വന്തം വീട്ടിലെ ആളുകളെ കാണുന്ന പോലെയാണ് അവർ. നമ്മളെ ചേച്ചിമാര് വന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ചോദിച്ചു കുറെ പേര് അങ്ങനെ ഓരോ അവതാരകരെയും നിങ്ങൾ കരിഞ്ഞോന്നുള്ളതാണ് നമ്മുടെ സംശയം. ഓക്കെ, അപ്പൊ ഒരു കാര്യം ചെയ്യാം. നിങ്ങൾ തിരുവനന്തപുരത്തൂടെ ലക്ഷക്കണക്കിന് ഭക്തജനങ്ങൾക്കിടയിലൂടെ നടക്കുമ്പോൾ നിങ്ങൾ അറിയാതെ നമ്മുടെ ക്യാമറമാൻ നിങ്ങളെ ഫോളോ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിലേക്ക് നമുക്കൊന്ന് കിടക്കാം. നിങ്ങൾ എന്താണ് അവിടെ കാണിച്ചു കൂട്ടിയതെന്ന് ആ വീഡിയോയിൽ കാണാം. ഓവർ ടു ദാറ്റ് വീഡിയോ, പ്ലേ. ഞാൻ സാരിയൊക്കെ കൊടുത്തിരിക്കട്ടെ, എങ്ങനെയുണ്ടടി? നന്നായിട്ടുണ്ട്. കരി ഇത്തിരി കൂടുതലല്ലേ? കരി നിന്റെ മുഖത്ത് പൊടി. അയ്യോ, എന്റെ മുഖത്ത് കരിയേ ഇല്ല. ലേശമുണ്ട്. ഇതെങ്ങനെയുണ്ടായിരുന്നു? അത് നന്നായിട്ടുണ്ടല്ലേ? അത് കൊള്ളാം. പണ്ട് ഞങ്ങൾ കുഴിച്ചിട്ടതാണെടോ പന്ത് കായ്ക്കും മരമായി വളർത്തുവാൻ. എത്ര ബ്യൂട്ടിഫുൾ ആണ്, എത്ര അർത്ഥവത്താണ് അല്ലേ? സ്കൂളിൽ പഠിക്കുമ്പോ ഡാൻസിനും പാട്ടിനും ഒക്കെ ഞാൻ മിടുക്കിയായിരുന്നു. സമൂഹ ഗാനം വരെ ഞാൻ ഒറ്റയ്ക്ക് പാടിയിട്ടുണ്ട്. ഓ, ഐ സീ. യെസ്, ഐ ആം ഇൻ ദി സീ. എത്ര ബ്യൂട്ടിഫുൾ ആണ്, എത്ര അർത്ഥവത്താണ് അല്ലേ? അപ്പോൾ എന്തായാലും ഇവര് അല്ലേ നന്നായിട്ട് പുകയടിച്ചു അല്ലേ, മുഖമൊക്കെ മറഞ്ഞു. എന്തായാലും നന്നായി അല്ലേ? പക്ഷേ യു ഡിഡ് എ വണ്ടർഫുൾ ജോബ് യഥാർത്ഥത്തില്. ഓക്കെ, അപ്പോൾ നമ്മുടെ ശ്രീനിധി ഉണ്ടായിരുന്നു, അതുപോലെ ഗോപിക സുരേഷ് ഉണ്ടായിരുന്നു. നിങ്ങൾ 4 പേരും തകർത്തു. മാത്രമല്ല നമ്മുടെ ക്യാമറമാന്മാരും നമ്മുടെ പിന്നാമ്പുറങ്ങളിൽ പ്രവർത്തിച്ച ആളുകളും ഇത്രയും വലിയ ആൾക്കൂട്ടത്തിലൂടെ ഈ ആറ്റുകാൽ പൊങ്കാല വലിയൊരു അനുഭവമാക്കി മാറ്റാൻ അല്ലേ? വിജയകുമാർ എന്താ തോന്നിയതിനെ കണ്ടപ്പോൾ? വിജയന് പോകാൻ പറ്റിയില്ലല്ലോ പൊങ്കാലയ്ക്ക്. അത് നമ്മൾ പോവാം. അടുത്ത പ്രാവശ്യം ആൺപിള്ളേരെ കൂടെ നമുക്ക് അയച്ചാലോ? അതെ, മിക്കവാറും വിജയനെ കിട്ടിയ ഒരു പൊങ്കാല ഇടും. ഉണ്ടായിരുന്നു അല്ലേ? റിപ്പോർട്ട് ചെയ്യാൻ വിട്ടില്ല. വല്ലാത്തൊരു സങ്കടം ഉണ്ടായിരുന്നു. അല്ലേ ഈ ഞാൻ എന്തെങ്കിലും ഒരു കമന്റ് പറഞ്ഞില്ല. സാധാരണ ഇത്രയും ഇവന്റുകളിൽ സ്ഥിരമായി പോകാൻ ആഗ്രഹിക്കുകയും എന്നാൽ നിരന്തരമായി വിതുമ്പുകയും ചെയ്യുന്ന ചില ആളുകൾ നമ്മുടെ കൂടെ ഉണ്ട്. ഞാൻ നമ്മളൊരു വിതുമ്പലല്ല, അല്ലല്ല, ഇതൊന്നും ഒരു വിതുമ്പലേ അല്ല. മാത്രമല്ല വിതുമ്പുന്ന പല ആൾക്കാരുണ്ട്. ഗോപികൃഷ്ണനാണോ ഉദ്ദേശിച്ചത്? അല്ല, ഞാനിപ്പോ ആരുടെയും പേര് എങ്ങനെയാണ് വിജയകുമാർ പോകുന്നത്? അത് സ്ത്രീകളുടെ ശബരിമല എന്നാണ് അറിയപ്പെടുന്നത്. ആറ്റുകാൽ വിജയൻ അങ്ങനെ വിശ്വാസമുണ്ട് നിങ്ങൾ എതിർക്കാൻ പോകുന്നത്? അവിടെ സ്ത്രീകളാണ്. അല്ല കാശ്മി, വിജയകുമാറിന് അങ്ങനെ അഭിപ്രായം ഉണ്ടെങ്കിൽ നിങ്ങൾ എന്തിനാ PP തർക്കിക്കാൻ പോകുന്നത്? ഞാൻ തർക്കിക്കുന്നില്ല. അതെ, PP അതിന്റെ കൂടെ അണിചേരൂ. അപ്പോൾ ഇനിയിപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം വിജയകുമാർ, നമുക്കൊരു വേറൊരു സെഗ്മെന്റിലേക്ക് പോകാനുണ്ട്. പ്രിയപ്പെട്ട പ്രേക്ഷകർ, നിങ്ങൾ കാണുന്നത് പോലെ മണിയുടെ മീഡിയ സിറ്റിയിലെ 12K വിസ്താര സ്റ്റുഡിയോയിൽ നിന്നാണ് ഈ തത്സമയ പരിപാടി പ്രേക്ഷകരിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. 3 മണിക്കൂർ ദൈർഘ്യത്തിലാണ് ഈ പരിപാടി നമ്മൾ സംപ്രേഷണം ചെയ്യുക. ചില സർപ്രൈസുകൾക്ക് പ്രേക്ഷകർക്കായിട്ട് കഴിഞ്ഞ ആഴ്ചയിലെ പോലെ ഈ ആഴ്ചയും ചില സർപ്രൈസുകൾ നിങ്ങളെ കാത്തിരിക്കുന്നു. അപ്പോൾ നമുക്കിനി അടുത്തത് പുലിമട. അപ്പോൾ പുലിമടയിൽ ഇന്ന് എനിക്ക് തോന്നുന്നത് വന്നിരിക്കുന്നത് നമ്മുടെ പ്രശസ്ത
സിനിമ TV താരം ചിപ്പിയാണ്. അപ്പോൾ പ്രിയപ്പെട്ട ചിപ്പിയോട് നമുക്ക് ചോദിക്കാം. ചിപ്പിയോട് നമുക്ക് ചോദിക്കാം. പറഞ്ഞോളൂ ചിപ്പി. ആറ്റുകാൽ പൊങ്കാലയെ കുറിച്ച് എന്താ ചിപ്പിക്ക് പറയാനുള്ളത്? ചിപ്പി വിചാരിക്കുന്നത് എന്ത് പറയണമെന്നാണ്. ആറ്റുകാൽ പൊങ്കാലയെ കുറിച്ച് എന്താ പറയാനുള്ളത്? ഇല്ല, അങ്ങനെ ഒരു ഓർമ്മ വരുന്നത് നിങ്ങളൊക്കെ കാരണമാണ് കേട്ടോ. ഞാൻ പൊങ്കാല ഇടാൻ തുടങ്ങിയിട്ട് ഒത്തിരി വർഷമായി. ഞങ്ങളിവിടെ ട്രിവാൻഡ്രത്താണ്. അപ്പം അതിൻ്റെ വെച്ചിട്ട് എൻ്റെ ചെറുപ്പം തൊട്ട് ഞാൻ അമ്മയുടെ കൂടെ പോകാറുണ്ടായിരുന്നു. പിന്നെ ഞാനൊരു 10th സ്റ്റാൻഡേർഡ് തൊട്ട് ഒറ്റയ്ക്ക് പൊങ്കാല ഇടുന്നുണ്ട്. അപ്പം തന്നെ ഒരുപാട് വർഷമായിട്ടില്ലേ, പിന്നെ കുറച്ചേ മിസ്സായിട്ടുള്ളൂ, അങ്ങനെ അധികം മിസ്സായിട്ടില്ല. അതെ, യഥാർത്ഥത്തിൽ ചിപ്പി ഇല്ലാതൊരു ആറ്റുകാൽ പൊങ്കാലയെന്ന് ചോദിച്ച് പ്രേക്ഷകരിങ്ങനെ രാവിലെ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ ഈ ചിപ്പിയെ കണ്ടപ്പോൾ ആൾക്കാർക്ക് വല്ലാത്ത ഒരു സന്തോഷമായിരുന്നു. അത് തലേന്നൊക്കെ ചാനലുകളൊക്കെ വിളിച്ചു പറഞ്ഞു ചിപ്പി വരണം എന്നൊക്കെ. എന്തൊക്കെയായിരുന്നു ചാനലുകൾ ചിപ്പിയോട് പറഞ്ഞത്? അത് പറയുമ്പോൾ എല്ലാവരും പരിചയക്കാരല്ലേ, ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. പിന്നെ എനിക്ക് തോന്നുന്നു അവർ തന്നെ എല്ലാവരും തന്നെ ഒരുമാതിരി എല്ലാവർക്കും അറിയാൻ തോന്നുന്നു ഏകദേശം വരുന്നതൊക്കെ. അപ്പോൾ അറിയില്ല. പിന്നെ പൊങ്കാലയുടെ സമയത്ത് അവിടെ എല്ലാവരും ഉണ്ടാവും, അപ്പോൾ ഒരുമിച്ചെടുക്കും, അത്രയേ ഉള്ളൂ. അതുപോലെ ചിപ്പി കഴിഞ്ഞാൽ, ചിപ്പി ഇപ്പോൾ ഒരു നിലവിദ്വാനെ പോലെ വിദ്വാട്ടിയാണ്. എല്ലാ വർഷവും ആറ്റുകാൽ പൊങ്കാലയ്ക്ക് ചിപ്പി ഉണ്ടാകും. ചിപ്പി കഴിഞ്ഞാൽ പിന്നെ ആറ്റുകാലമ്മയ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ള ചലച്ചിത്ര TV താരങ്ങൾ ആരൊക്കെയാണ്? ഇല്ല, എൻ്റെ കൂടെ അങ്ങനെ അധികം ആരും വരാറില്ല. പിന്നെ അവിടെ പലരും ചിലർ അടുപ്പിച്ച് വരുന്നൊരു കുറവാണ്. ഇങ്ങനെ 1 വർഷം വരുന്നവരുണ്ട്, 3 വർഷം ഇടുന്നവരുണ്ട്. അപ്പോൾ അങ്ങനെ. പിന്നെ ഇവിടെ ട്രിവാൻഡ്രത്തെ ചിത്ര ആനി സ്ഥിരമായിട്ട് ഇടും. പിന്നെ മേന ചേച്ചി ഇടും, ജലജ ചേച്ചി ഞാനും ഒരുമിച്ചാണ് കുറച്ച് നാളായിട്ട് ഇടുന്നത്. അപ്പോൾ അങ്ങനെ കുറച്ച് പേരുണ്ട്. പിന്നെ പകുതി പേരെയും അവിടെ എത്തിക്കഴിയുമ്പോഴേ അറിയുള്ളൂ ഉള്ളത്. ചിപ്പി ഒരുപാട് സിനിമയിൽ പ്രേക്ഷകർ കണ്ടതാണ്. നല്ല കുറേ സിനിമകൾ, പാഥയം പോലുള്ള കുറേ നല്ല ചിത്രങ്ങൾ ചിപ്പി ചെയ്തു. എന്നാൽ പെട്ടെന്ന് ചിപ്പി സിനിമയിൽ നിന്ന് ഒതുങ്ങി ടെലിവിഷൻ സീരിയലിലേക്ക് പിന്മാറി. സീരിയലിൽ മാത്രം ഒതുങ്ങാൻ തീരുമാനിച്ചത് ഭർത്താവിൻ്റെ സമ്മർദ്ദം വല്ലതും ആണോ? 2 പേര് സിനിമയിൽ വേണ്ടെന്ന് വിചാരിച്ച്? ഒതുക്കിയതൊന്നുമില്ല. തൽക്കാലം സീരിയലെന്ന് പറയുമ്പോൾ എനിക്ക് കുറച്ച് കംഫർട്ടബിൾ ആയിരുന്നു. മോളുടെ കാര്യം, മോളാണ് എനിക്കുള്ളത്. അപ്പം വീട്ടിലെ കാര്യം അതൊക്കെ ആയിട്ട് ട്രിവാൻഡ്രത്തെ ഷൂട്ടിംഗ് ആകുമ്പോൾ കുറച്ച് വീട്ടിലെ കാര്യവും നടക്കും, ഷൂട്ടും നടക്കും. ഇപ്പോൾ നമ്മൾ ഔട്ട്ഡോറൊക്കെ പോയിട്ട് നമ്മുടെ സമയം എന്നൊക്കെ പറയുമ്പോൾ അത് ബുദ്ധിമുട്ടാവില്ലേ. അപ്പോൾ അതുകൊണ്ട് സീരിയൽ കംഫർട്ടബിൾ. പിന്നെ ഭയങ്കര റീച്ച്. ഞാൻ നോക്കിയിട്ട് ഞാൻ സിനിമ ചെയ്തതിനെക്കാട്ടിലും എനിക്ക് പ്രേക്ഷകർ ഒരു സ്നേഹം കിട്ടിയത് സീരിയലുകളാണ്. സിനിമ ഓഫ് കോഴ്സ് ഇല്ലയെന്നല്ല, പക്ഷെ എന്നാലും വീട്ടിലെ ഒരാളായിട്ട് എല്ലാവരും എന്നെ കണ്ടു തുടങ്ങിയത്, ഞങ്ങളുടെ വീട്ടിലെ ആളെന്നുള്ളത് കണ്ടു തുടങ്ങിയത് സീരിയൽ വന്നതിന് ശേഷമാണ്. അതുകൊണ്ട് ആ ഒരു സന്തോഷമുണ്ട്. ഒരു സ്വകാര്യം ചോദിച്ചോട്ടെ, ഈ വാർത്തയെ കാണാറുണ്ടോ? ഞങ്ങൾ 8-10 പേര് ഇങ്ങനെ നിൽക്കുക, എന്താ പറയാനുള്ളത്? ചോദിക്കാനൊന്നും ഇല്ല, നിങ്ങളൊക്കെ പറയുന്നത് കേൾക്കാനല്ലേ ഞങ്ങൾ ഇരിക്കുന്നത്. പിന്നെ നിങ്ങളോടൊക്കെ ഞാനെന്ത് ചോദിക്കാനാ? ഓക്കെ, താങ്ക് യു ചിപ്പി. അപ്പോൾ നമുക്ക് ചിപ്പിയോട് കുറച്ചുകൂടെ കാര്യങ്ങൾ ചോദിക്കണം, നമ്മുടെ കുറച്ച് സമയം പോകും അല്ലേ വിജയകുമാർ? അപ്പോൾ നമുക്ക് ഇനി മാത്രമല്ല ഒരു ചെറിയ ബ്രേക്ക് എടുക്കാൻ നേരമാകുന്നു. ഇടവേള കഴിഞ്ഞ് നമുക്ക് വേഗം മടങ്ങി വരാം. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, 3 മണിക്കൂർ ദൈർഘ്യത്തിൽ 9 മണിക്കായിരിക്കും ഈ പരിപാടി അവസാനിക്കുക. അപ്പോൾ ചില നല്ല കാര്യങ്ങളൊക്കെ നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട്. നല്ല കാര്യങ്ങൾ ഞാൻ പ്രേക്ഷകർക്ക് ഗുണം കിട്ടുന്ന കാര്യങ്ങളും. യെസ് ആഷ്മി. ഓക്കെ, വിപി ജെയിംസ് എന്താ പറയാമെന്നോ? ഇല്ലില്ല, ചിപ്പിയായിട്ട് ഞങ്ങൾ ഫിലിം സെൻസർ ബോർഡിൽ ഒരുമിച്ച് ഇരുന്നിട്ടുണ്ട്. ആറ്റുകാൽ പൊങ്കാലയെ കുറിച്ചൊരു സിനിമ എടുത്തിരുന്നു. ആ സിനിമയ്ക്ക് അനുമതി നിഷേധിച്ചു. അതിന് പ്രധാന വാദം ഉന്നയിച്ചത് ചിപ്പി തന്നെയായിരുന്നു. അത് ആറ്റുകാൽ പൊങ്കാലയായിട്ട് ബന്ധപ്പെട്ട് ഇച്ചിരി കോൺട്രവേഴ്സ്യൽ മൂവിയായിരുന്നു. ചിപ്പിയെ കണ്ടപ്പോൾ എന്തോ അതല്ല, അന്നത് ഡിവൈഡഡ് ആയിരുന്നു വിധി. അപ്പൊ അതുകൊണ്ട് ഉണ്ടായിരുന്നതാണ്. അപ്പൊ ആറ്റുകാൽ പൊങ്കാലയെ കുറിച്ചുള്ള സിനിമയാണ്. അതിന്റെ എതിർപക്ഷത്തായിരുന്നു പിന്നീട് അതിന് അനുമതി അനുജയ്ക്ക് മനസ്സിലായില്ലേ? പ്രതാപേന്ദ്രൻ പറഞ്ഞോലേ, പിയുടെ പിടിപാടിന്റെ വലിപ്പം മനസ്സിലായി, അങ്ങ് ഡൽഹി വരെയാണ്. പ്രേക്ഷകർക്ക് അവതാര പുലികളിലേക്ക് വീണ്ടും സ്വാഗതം. 3 മണിക്കൂർ ദൈർഘ്യത്തിൽ പോകുന്ന ഈ പരിപാടി തുടരുകയാണ്. നിങ്ങൾക്കറിയുന്ന പോലെ 24ന്റെ സ്റ്റാർ അവതാരകർ പങ്കെടുക്കുന്ന പരിപാടിയാണ് ഇത്. അപ്പോൾ ഞാൻ ഒരുപാട് കാര്യങ്ങൾ പ്രേക്ഷകരുമായിട്ട് ഇന്ന് നമ്മൾ പങ്കുവയ്ക്കും. അപ്പോൾ അതിനിടയിൽ ആഷ്മി, നമ്മൾ യഥാർത്ഥത്തിൽ ചില ജില്ലകളിലൊക്കെ നേരിട്ട് പോകുമ്പോൾ ഇപ്പോൾ ഇവർ പറഞ്ഞില്ലേ, ഈ ആൾക്കാർ ചൊരിയുന്ന വാത്സല്യം സഹിക്കാൻ പറ്റാത്ത രീതിയിൽ അവർ കോൾമേർ കൊണ്ടു.
അല്ലേ? അപ്പൊ ഇങ്ങനെ കോൾമേർ കൊള്ളാറുണ്ടോ ആഷ്മിയൊക്കെ പുറത്തിറങ്ങുമ്പോൾ? ഉറപ്പായും എനിക്ക് ഇഷ്ടമാണ്, ഭയങ്കര ഇഷ്ടമാണ്. ആൾക്കാരും സ്നേഹം. അത് അഥവാ ഇങ്ങോട്ട് ആരും വന്നില്ല അങ്ങോട്ട് പോയി കോൾമേർ ഉള്ളൂ. ഞാൻ അങ്ങോട്ട് പോസ്കേ, ഞാൻ ആൾക്കാരുടെ ഇടയിലോട്ട് ഇറങ്ങി പോകും. എന്താണ് ഇഷ്ടം? അതുകൊണ്ടാണ് ആൾക്കാരെ ഇഷ്ടം, ആൾക്കാരുടെ നിൽക്കാൻ ഇഷ്ടം, അവരുടെ സ്നേഹം അനുഭവിക്കാൻ ഇഷ്ടം. അപ്പൊ അല്ല ആരെങ്കിലും ആട്ടി പായിച്ചിട്ടുണ്ടോ? ഒരു തവണ മാത്രം. ഒരു മീശ നമ്മുടെ സുരേഷ് ഗോപിയുടെ കരുവന്നൂർ പദയാത്രയ്ക്ക് പോയപ്പോഴത്തേക്ക് കുറെ ആൾക്കാർ ഫോട്ടോ എടുക്കുക. അപ്പോൾ ചേട്ടൻ വന്നിട്ട് എടാ നാണം ഉണ്ടോ, അവൻ BJP എന്ത് പറയുന്ന മനുഷ്യനാണ്, ഫോട്ടോ എടുക്കാൻ നാണം ഉണ്ടോ അവർ ചോദിക്കുന്നുണ്ട്. അതേ ഉള്ളൂ, എന്നോടൊന്നും പറഞ്ഞില്ലേ. ഭാഗ്യം, പക്ഷേ കേട്ടുവല്ലേ. അപ്പൊ ഒരു കാര്യം ചെയ്യാം, പ്രേക്ഷകർക്ക് ഈ അവതാരകരോട് ചോദിക്കാൻ കഴിയുന്ന ഒരു ക്യാപ്സൂളാണ് ഇനി നമ്മൾ സംപ്രേഷണം ചെയ്യുക. വിചാരണ. PP ജെയിംസിനോടാണ് ഈ ചോദ്യം. മലപ്പുറത്ത് നിന്ന് റിൻഷാദാണ് ചോദിക്കുന്നത്. റിൻഷാദ് ചോദിച്ചോളൂ, ഒട്ടും കുറയ്ക്കണ്ട കേട്ടോ. കുറച്ച് കാലമായി ഈ മനുഷ്യൻ നിന്ന് ഷൈൻ ചെയ്യുന്നു. ഹായ് ജെയിംസ് സാർ, ഞാൻ റിൻഷാദ്, മലപ്പുറം ഒരു സ്കൂൾ അധ്യാപകൻ കൂടിയാണ്. 24-ന്റെ മോർണിംഗ് ഷോയിൽ നിങ്ങൾ വരുമ്പോൾ SKNുമായിട്ട് എന്തെങ്കിലുമൊക്കെ അങ്ങോട്ടോ ഇങ്ങോട്ടൊക്കെ ഒന്ന് പറഞ്ഞിട്ടാണ് തുടങ്ങാറുള്ളത്. നിങ്ങൾ സ്കൂളിൽ ഒരുമിച്ച് പഠിച്ചവരാണോ? ഐ മീൻ ബാക്ക് ബെഞ്ച് ഫ്രണ്ട് ബെഞ്ച് സ്റ്റുഡൻസിനെ പോലെ എന്തെങ്കിലുമൊക്കെ അങ്ങോട്ടോ ഇങ്ങോട്ടോ പറഞ്ഞിട്ടാണ് തുടങ്ങാറുള്ളത്. നിങ്ങൾ തമ്മിലുള്ള ബന്ധം എവിടെ നിന്നാണ്? നിങ്ങൾ എങ്ങനെയാണ് പരിചയപ്പെടുന്നത്? SKNുമായിട്ട് ഒരുപാട് കാലത്തെ ബന്ധമുണ്ട് റിൻസ്. പ്രത്യേകിച്ച് അദ്ദേഹവുമായിട്ട് മ്യൂസിയത്തിൽ ഞങ്ങൾ ഒരുമിച്ച്, മറ്റുള്ള പ്രേക്ഷകരോട് കേട്ടോ ഇങ്ങോട്ടൂടെ നോക്കി. ഓക്കെ മ്യൂസിയത്തിൽ ഒരുമിച്ച് നടക്കാൻ പോകാറുണ്ട്. ഒരുപാട് വർഷങ്ങൾ ഒരുമിച്ച് നടന്നിട്ടുണ്ട്. ഒരുപക്ഷെ SKNുമായിട്ടുള്ളൊരു അടുപ്പം ഈ 24 ചാനലിലേക്ക് എന്നെ ആകർഷിച്ച ഒരു വലിയ ഘടകം കൂടിയാണ്. കല്യാണത്തിന് ഞാൻ വന്നായിരുന്നു. കല്യാണത്തിനുണ്ടായിരുന്നില്ല, പക്ഷെ എന്റെ അനിയന്റെ കല്യാണത്തിന് വന്നിരുന്നു. അനിയന്റെ കല്യാണം അന്ന് അവിടുന്ന് പപ്പടവും മറ്റേ ഇതും കൂടെ കുഴച്ച് കഴിച്ച പോലെ ഒരു കൂടുതൽ ഞാൻ പറയുന്നില്ല. അത് ഒരുപാട് കാര്യങ്ങളുണ്ട്, എല്ലാ കാര്യങ്ങളും പറയാം. തകർക്കരുത്. അപ്പോൾ എന്തായാലും അല്ല PP ഞാനിവിടെ പറയണമല്ലോ, PP ജെയിംസുമായിട്ട് ഒരുപാട് കാലത്തെ ബന്ധമുണ്ട്. അതിലൊരു 70% പ്രേക്ഷകരോട് പറയാൻ പറ്റും, 30% പറയാൻ പറ്റത്തില്ല. അപ്പോൾ ആ 30% എന്നാണ് നമ്മൾ വെളിപ്പെടുത്തും നമ്മൾ ടെലിവിഷനിൽ നിന്ന് പോകുമ്പോൾ, അല്ലേ? അതുവരെ കാത്തിരിക്കേണ്ടി വരും. ആത്മകഥ എഴുതാം. ആത്മകഥയിൽ എഴുതാൻ പറ്റത്തില്ല. ഇനിയിപ്പോ പറഞ്ഞില്ലെങ്കിലും മനസ്സിലായിട്ടുണ്ട് ഏതാണ്ട്. എന്തെങ്കിലും അല്ല എനിക്ക് കുറെ കാര്യങ്ങൾ അറിയാം, നാട്ടുകാരോട് പറയാൻ പറ്റില്ല. അതാണ് നമ്മുടെ ഒരു സങ്കടം. നമ്മുടെ മനസ്സിലൊക്കെ ഒരു കടലടിക്കുകയാണ്, പക്ഷേ ആ കടലിന്റെ ഒരു നീർച്ചാലി പോലും തുറന്നങ്ങോട്ട് വിടാൻ പറ്റാത്ത ഒരു അവസ്ഥയിലാണ്. അപ്പോൾ പ്രേക്ഷകർക്കറിയാം, യുക്രൈൻ യുദ്ധം 2 കൊല്ലം പൂർത്തിയാക്കിയത് ഈ 24-ാം തീയതി, കഴിഞ്ഞ 24-ാം തീയതി ആയിരുന്നു. അന്ത്യം എന്താണെന്നറിയാതെ ഈ യുദ്ധം ഇപ്പോഴും തുടരുകയാണ്. ഈ പരാക്രമശാലികളായ ആയുധധാരികൾ അംഗം വെട്ടിക്കൊണ്ടിരിക്കുന്നു. എന്തിനു വേണ്ട അവസാനമില്ലാത്തൊരു യുദ്ധമായിട്ട് ഇതിങ്ങനെ തുടരുകയാണ്. യുദ്ധഭൂമിയിലെ വിവരങ്ങൾ കഴിഞ്ഞ 2 കൊല്ലമായി 24-ന് വേണ്ടി തയ്യാറാക്കി അവതരിപ്പിച്ച 2 പേരായിരുന്നു. ഒന്ന് ബൈജു കൊട്ടാരക്കരയും, ഒന്ന് ഡോക്ടർ സന്തോഷ് കുമാർ. ഡോക്ടർ SS സന്തോഷ് കുമാറാണ്. ഈ ഡോക്ടർ സന്തോഷ് കുമാർ ആളൊരു വലിയ കക്ഷിയാണ് കേട്ടോ. അദ്ദേഹം ഒരു പുലിയാണ്. അദ്ദേഹം യഥാർത്ഥത്തിൽ ഗസയിൽ പോയിരുന്നു. അവിടെ നിന്ന് യുദ്ധം നടക്കുന്ന ഗസയിൽ ടാങ്കുകളൊക്കെ ഇഴഞ്ഞു നീങ്ങുന്ന യുദ്ധഭൂമിയിലൂടെ ചോര ചിതറുന്ന മണ്ണിലൂടെയൊക്കെ ഇങ്ങനെ കൂളായിട്ട് നടക്കുന്ന ഒരു ഡോക്ടറാണ് ഡോക്ടർ സന്തോഷ് കുമാർ. അതേപോലെ ബൈജു കൊട്ടാരക്കര ഇടിവെട്ടുന്ന ശബ്ദത്തിൽ മിസൈലുകൾ പാഞ്ഞു കിടക്കുമ്പോൾ അവിടെ പോയി ഇത് എന്തോന്ന് സാധനങ്ങൾ എന്ന് കരുതി അവിടെ പോയി നിന്ന ആളാണ്. അപ്പോൾ ഇവരുടെ ചില അനുഭവങ്ങളിലേക്കാണ് നമ്മൾ നീ കിടക്കുന്നത്. അപ്പോൾ ഇവരും യുക്രൈൻ യുദ്ധം യഥാർത്ഥത്തിൽ 2 കൊല്ലം കടന്നു, ഇനി എന്ന് അവസാനിക്കുമെന്ന് നമുക്കറിയില്ല. അങ്ങനെ നടക്കുന്ന ഒരു മഹായുദ്ധത്തിൻ്റെ ഓർമ്മകൾ അവർ നമ്മളുമായിട്ട് ഈ അവസരത്തിൽ പങ്കുവയ്ക്കുന്നു. അവതാര പുലികളിൽ തീർച്ചയായിട്ടും ഇത് നമ്മൾ ഓർമ്മിക്കണം എന്ന് നമ്മൾ വിചാരിച്ചു. യുക്രൈൻ യുദ്ധം എന്നു തീരും? യുക്രൈനിലോ റഷ്യയിലോ ഒരു ഭരണമാറ്റമുണ്ടാകാതെ തീരാൻ ഒരു സാധ്യതയുമില്ല എന്നാണ് ഇപ്പോൾ നൽകാവുന്ന ഉത്തരം. മരിച്ചവരുടെയും അനാഥരാക്കപ്പെട്ടവരുടെയും കൃത്യമായ കണക്കുകളില്ല. വിജനമായ തെരുവുകൾ, ഉപേക്ഷിക്കപ്പെട്ട നഗരങ്ങൾ തുടങ്ങി ദുരിതചിത്രങ്ങൾ ഏറെയാണ്. വേദനിപ്പിക്കുന്ന ആ കാഴ്ചകൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുകയായിരുന്നു 24 സംഘം. യുക്രൈനിലേക്ക് യാത്ര തിരിക്കും മുൻപ് വി ആർ നോട്ട് റെസ്പോൺസിബിൾ ഫോർ യുവർ ലൈഫ് എന്ന ഫോമിൽ ഒപ്പിട്ടപ്പോൾ അത്ര പേടി തോന്നിയില്ലെന്ന് സംവിധായകൻ ബൈജു കൊട്ടാരക്കര പറയുന്നു. എന്നാൽ ഹംഗറിയിൽ നിന്ന് കീവിലേക്കുള്ള യാത്രയിൽ വല്ലാതെ പേടിച്ചു. യുദ്ധക്കെടുതി ഏറ്റവും രൂക്ഷമായ സപ്രീഷ്യയിലേക്കുള്ള യാത്ര
ജീവൻ കയ്യിൽ പിടിച്ചായിരുന്നു. മരിയപ്പോളിനടുത്തേക്ക് എത്തിയപ്പോൾ ചെറിയ കുറ്റിക്കാടുകളിൽ ബങ്കറുകളിലിരുന്ന് വെടിയുതിർക്കുന്ന യുക്രൈൻ പട്ടാളവും ഏതാണ്ട് 2 കിലോമീറ്ററിനപ്പുറം വലിയ ഗോതമ്പ് പാടങ്ങൾക്കപ്പുറത്തിരുന്ന് വെടിയുതിർക്കുകയും അവിടുന്ന് മിസൈൽ അയക്കുകയും ചെയ്യുന്ന റഷ്യൻ പട്ടാളത്തെയുമാണെന്ന് കാണാൻ സാധിച്ചത്. പൊട്ടിപ്പൊളിഞ്ഞു കിടന്ന ചില റോക്കറ്റിൻ്റെ കഷ്ണങ്ങളുമൊക്കെ ഇയാൾ കാണിച്ചു തന്നു. അത് ഞാൻ ക്യാമറയിലാക്കിയ സമയത്താണ് അവർ ഈ വണ്ടിയെ തന്നെ ലക്ഷ്യമാക്കിയ റോക്കറ്റ് ലോഞ്ചർ അടിച്ചതും അവിടെ വലിയൊരു ഹുങ്കാര ശബ്ദത്തോടു കൂടി ആ ബിൽഡിങ്ങിൻ്റെ ഒരു സൈഡ് മുഴുവൻ പൊട്ടിപ്പോയതും ഇതൊക്കെ ലൈവായി നമ്മുടെ ചാനലിൽ തന്നെ നമ്മൾ കാണിച്ചതാണ്. അന്ന് അവിടെ സ്തബ്ധിച്ച് നിന്നുപോയ എന്നെ തൂക്കിയെടുത്ത് വണ്ടിയിലെറിഞ്ഞത് ഈ കിം എന്ന് പറയുന്ന പട്ടാള ഓഫീസറായിരുന്നു. കീവ്, ഖാർക്കീവ്, മരിയുപോൾ, ഒഡേസ എന്നീ നഗരങ്ങളിലൂടെയും 24 സംഘം സഞ്ചരിച്ചു. ലോകത്തിന്റെ ധാന്യപ്പുര ആയിരുന്നിട്ടുകൂടി ഒരു നിരത്തെ ഭക്ഷണത്തിനായി മണിക്കൂറുകൾ ക്യൂ നിൽക്കുന്നവരെ അവിടെ കണ്ടു. (2022) മാർച്ചിൽ യുക്രൈനിൽ എത്തിയപ്പോൾ മുതലുള്ള അനുഭവങ്ങൾ ഡോക്ടർ എസ് സന്തോഷ് കുമാർ ഓർത്തെടുത്തു. യുദ്ധഭീതിയിൽ കൂട്ടപലായനം ചെയ്യുന്ന ഒരു ജനതയാണ് കണ്ടത്. യുദ്ധം കൊടുമ്പിരി കൊണ്ടിരിക്കെ കടുത്ത ആരോഗ്യ പ്രതിസന്ധികളും ഉടലെടുത്തു. പുതിയ ചികിത്സാരീതികൾ പരീക്ഷിക്കേണ്ടി വന്നെന്നും ഡോക്ടർ സന്തോഷ് കുമാർ. 8.3 മില്യൺ ആൾക്കാർ ഇങ്ങനെ മറ്റ് രാജ്യങ്ങളിലേക്ക് കുടിയേറി പാർത്തു. ഡയറിയ, ഈ പറയുന്ന റെസ്പിറേറ്ററി ഇൻഫെക്ഷൻസ്, അതുപോലെ തന്നെ മറ്റ് അസുഖങ്ങൾ, അതായത് ഹാർട്ട് അറ്റാക്ക് വന്ന ആൾക്കാർക്ക് അതിൻ്റെ മരുന്ന് കിട്ടാതായി മരിക്കുന്നത്, അതുപോലെ ഹൈപ്പർ ടെൻഷനുള്ള ആൾക്കാർക്ക് അതിൻ്റെ മരുന്ന് കിട്ടാതായി മരിക്കുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വളരെയധികം വ്യാപകമായിരുന്നു. ക്രൈസിസ് ഉണ്ടാവുകയാണെങ്കിൽ വീണ്ടും ആ ഭാഗത്തേക്ക് പോകാനുള്ള ഒരു ഈ പറഞ്ഞ ഹ്യൂമാനിറ്ററിയൻ വർക്കുമായിട്ട് അങ്ങോട്ട് പോകേണ്ട ഒരു കാലഘട്ടം ഉണ്ടാകുമെന്നാണ് ഞാൻ കരുതുന്നത്. ഗസയിൽ യുദ്ധം തുടങ്ങിയതോടെ യുക്രൈനുള്ള യൂറോപ്യൻ, അമേരിക്കൻ പിന്തുണ കുറഞ്ഞു. റഷ്യ കൂടുതൽ ശക്തമായി ആക്രമണം കടുപ്പിക്കുകയുമാണ്. യുക്രൈന് ഒടുവിൽ എന്ത് സംഭവിക്കും എന്ന ആശങ്ക നിലനിൽക്കുന്നു. യുദ്ധത്തിന്റെ പ്രത്യാഘാതങ്ങൾ ഏറ്റുവാങ്ങി കാലത്തിന്റെ സാക്ഷിയായി യുക്രൈൻ ജനത. ന്യൂസ് ഡെസ്ക് 24. അപ്പോൾ എനിക്ക് തോന്നുന്നത് പിന്നെ ഞാൻ ഉന്മേഷ് യഥാർത്ഥത്തിൽ ഒരുപാട് ഇങ്ങനെയുള്ള പരിപാടികളൊക്കെ വോയിസ് ഓവർ കൊടുക്കുന്ന ആളാണല്ലോ ഉന്മേഷ്. അപ്പോൾ ഈ ഗസയിൽ നടക്കുന്ന യുദ്ധവും അതുപോലെ യുക്രൈനിൽ നടക്കുന്ന യുദ്ധവും ഒക്കെ ശബ്ദത്തിലൂടെ നാട്ടുകാരെ അറിയിക്കുന്ന സമയത്ത് ഉള്ളിലിരിക്കുന്ന ഡോക്ടർ ഉന്മേഷിൻ്റെ ഫീലിംഗ് എന്താണ്? അത് ഇപ്പോൾ ഈ ബൈജു ചേട്ടൻ തന്ന കുറച്ച് വോയിസ് ഓവർ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ ആ ഒരു തകർച്ചയുടെ കുറച്ച് സാധനങ്ങൾ വിശദമായിട്ട് എഴുതുന്ന വോയിസ് ഓവറൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് എടുക്കുമ്പോൾ ആ ഫീല് നമുക്ക് ഉള്ളിലേക്ക് ശരിക്കും വന്നു. ആ സ്ക്രിപ്റ്റ് അങ്ങനെ ഒരു സ്ക്രിപ്റ്റ് ആയിരുന്നു, നമ്മുടെ മെറിൻ എഴുതിയ സ്ക്രിപ്റ്റ് ആയിരുന്നു എന്നാണ് എൻ്റെ ഓർമ്മ. എന്ന് വെച്ചാൽ ചേട്ടൻ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നു, മെറിന് സ്ക്രിപ്റ്റ് തയ്യാറാക്കുന്നു. മെറിൻ മേരി ചാക്കോ. അപ്പോൾ അത് ഭയങ്കര നല്ല ഒരു ഇന്റർനാഷണൽ പുലിയാ അല്ലേ? അതെ. ഒരിക്കലും ഇല്ല, അതില്ല. അതെ. ഇത് വേറെ രീതിയിൽ പോകുന്നൊരു പുലിയാണ്. അപ്പോൾ ഭയങ്കര രസമുള്ള വോയിസ് ഓവർ ആയിരുന്നു. അത് ആ നിലയ്ക്ക് എടുക്കാൻ പറ്റിയിട്ടുണ്ട്. അത് ഒരു അനുഭവമായിരുന്നു ശരിക്കും. അപ്പോൾ ഈ നമ്മുടെ ഈ കഴിഞ്ഞ ആഴ്ചത്തെ പുലി ടെലികാസ്റ്റ് ചെയ്തതിനു ശേഷം ഈ പുലി ഇത്തിരി സീരിയസ് കൂടിയോ? ഇല്ലല്ലോ. സീരിയസ്നെസ് കുറഞ്ഞിട്ടുമില്ല, കൂടിയിട്ടുമില്ല. അതെവിടെയാണ് നിൽക്കുന്നത്? അതെ, എന്താണെന്നറിയാമല്ലോ, അവസാനം അങ്ങനെ ആയി പോകും. റീജിത്തിന് പ്രജിന്റെ പാട്ടിങ്ങനെ ആസ്വദിച്ച് മതിമറന്ന് നിൽക്കുന്ന ഒരു ദൃശ്യം പ്രേക്ഷകർ ഇപ്പൊ ജസ്റ്റ് കണ്ടതേ ഉള്ളൂ. അപ്പോൾ എന്തായിരുന്നു പ്രജിൻ ആലോചിച്ച? പ്രജിൻ അറിഞ്ഞില്ല. ഞാൻ കണ്ടു, നോക്കി ചിരിക്കുകയും ചെയ്തു. നമ്മൾ ഈ നാട്ടുമ്പുറത്തൊക്കെ പറയും വായും പളന്ന് നിൽക്കാന്ന് പറയും. ഞാൻ ആ പാട്ട് ആസ്വദിച്ച് നോട്ടം മുകളിലോട്ട്. ഇതാണ് അധ്യാത്മ വിദ്യാലയം. പ്രജിന്റെ പാട്ട് സാധാരണ ആസ്വദിക്കുന്ന ആളാണോ രജിത്ത്? പൊതുവെ രജിത്തിന്റെ പാട്ടിനെ കുറിച്ചുള്ള ഒരു അഭിപ്രായം എങ്ങനെയാ? സംഗീതമേ ജീവിതമാണോ? നമ്മൾ നല്ല പാട്ടുകളൊക്കെ ആസ്വദിക്കുന്നു, പ്രജിന്റെ ഒക്കെ പാട്ട് ആസ്വദിച്ച് ജീവിക്കുന്നു. അപ്പോൾ എനിക്കൊന്ന് ഒരു രീതി ഭാഗ്യമാണ്. പുള്ളിയുടെ സംഗീതം എന്ന് പറഞ്ഞാൽ പ്രജിനിൽ തുടങ്ങുന്നു, പ്രജിനിൽ ഒടുങ്ങുന്നു. അല്ല, പ്രജിൻ നമ്മുടെ ഓഫീസിലെ ഗംഭീര പാട്ടുകാരനാണ്. ഓഫീസിലേന്നല്ല, നമുക്ക് എനിക്ക് പരിചയമുള്ള ആളുകളൊക്കെ അതിഗംഭീരമായി പാടുന്ന ആളാണ്. അപ്പോൾ നമുക്ക് എവിടെങ്കിലും പ്രജിനെ കൂലിക്ക് കൊണ്ടുപോകാൻ പറ്റുമോ? അങ്ങനെ പോയാലും പ്രജിൻ സാർ എന്നാണ് വിളിക്കുക. പ്രജിൻ സാർ, പ്രജിൻ സാർ, അതിനെന്തോ ഒരു കഥയുണ്ട്. അതെന്താ പ്രജിൻ സാർ എന്ന് വിളിക്കുന്ന കഥ? അല്ലല്ല, പ്രജിൻ സാർ എന്ന് വിളിക്കുന്ന ഒരു കഥ നമ്മളിടയ്ക്ക് പറയാൻ പറ്റുന്നതാണോ? പറയാൻ കൊള്ളാന്നാണോ? അല്ല, അതിൽ അങ്ങനെ ഒരു കഥയല്ല. അത് ചില ഇടയ്ക്ക് നമ്മളിങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ പറയുന്നതിന്റെ കൂട്ടത്തിൽ ഉന്മേഷ് സാറേ
എന്ന് പറയും. ഓ അങ്ങനെ പറഞ്ഞതിന്റെ കൂടി പ്രജിൻ പ്രജിൻ സാറേ, അതിപ്പോ സുഹേൽ സാറേ വിളിക്കല്ലേ? സാറേ സാറേ പോലീസുകാരും സാറേ എന്ന് വിളിക്കും. അത് എനിക്ക് തോന്നുന്ന പ്രജിൻ അതെന്തായാലും നല്ല അർത്ഥത്തിലാണെന്ന് എനിക്ക് തോന്നുന്നില്ല കേട്ടോ. അല്ല അത് പ്രജിൻ പറയട്ടെ, സാറേ എന്ന് വിളിക്കുന്ന ഒരു ടോണിൽ തന്നെ വിളിക്കുന്നത്. ഇതുവരെ ആ ടോൺ മാറിയിട്ടില്ല. ഓക്കെ, ആഷ്മി ഇങ്ങനെ വേറെ കാര്യം കൂടെ പറഞ്ഞു. ഞാനും പ്രജിൻ സാറ് തമ്മിൽ അത്യാവശ്യം വയസ്സ് വ്യത്യാസമുണ്ട്. അല്ല അതിലെനിക്കാണോ കൂടുതലെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ സാർ. അല്ല അതിലെനിക്കാണോ കൂടുതലെന്ന് ഞാൻ പറഞ്ഞില്ല. അല്ല അത് പറയുമ്പോൾ മനസ്സിലാവുമല്ലോ. വിജയ് ഇങ്ങനെ പറയാറുണ്ട്, എന്നെക്കാളും മൂത്തതാ ഞാനെന്ന്. അപ്പൊ ആദ്യം എനിക്കത് അറിയില്ലായിരുന്നു അദ്ദേഹത്തിന്റെ ഒരു റീജിത്തിനേക്കാൾ കാൽപ്പനിക ഭാവം കൂടുതലുണ്ട് പ്രജിന്. അത് കണ്ടുപിടിച്ച പിക്ക് കുറവല്ല. മാത്രമല്ല ഒരു ടെറിഫിക് ഇൻക്രീസ് ഈ കാര്യത്തിലുണ്ടായി. ഈ മനുഷ്യര് മാത്രമല്ല, പ്രകൃതിയോട് ജീവജാലങ്ങളോട് മാത്രമല്ല അദ്ദേഹത്തിന്റെ ഒരു ഇൻവെസ്റ്റിഗേഷൻ അന്തർദേശീയ വാർത്തകളെ കാൽപ്പനത്തെ കൊണ്ട് പൊതിയാം എന്ന് കണ്ടുപിടിച്ച ഒരു അപൂർവ ജീവിതം. അല്ല അതിൽ എനിക്കൊരു അഭിപ്രായം ഉള്ളതേ, ആ മ്യൂസിയത്തിൽ കൂടെയുള്ള നടപ്പാണെന്ന് തോന്നുന്നു പുള്ളി ഇങ്ങനെ. പ്രേക്ഷകർ അറിയേണ്ട ഒരു കാര്യം, തിരുവനന്തപുരം മ്യൂസിയത്തിലൂടെ ദുർനടപ്പ് സംഘത്തിലെ ഒരു സജീവ കക്ഷി അതിലൊരാൾ ഞാനാണ്. അപ്പൊ ഈ നമ്മുടെ ബൈജു കൊട്ടാരക്കരെ രാത്രി 1:30 പുള്ളി അവിടെ സപ്രോഷനുള്ള സമയത്ത് 1:30 ഹാഷ്മി ആകെ പേടിച്ച്, ഹാഷ്മി എടാ ഞാൻ അപ്പുറത്ത് ബോംബ് വീണോ, അപ്പുറത്തെ ഹോട്ടലിൽ ബോംബ് വീണു മോനെ, ഞാൻ എന്ത് ആ പേടിച്ചിട്ടേ പുള്ളി വിചാരിക്കുന്നത് ഞാൻ പിടിച്ചു കാര്യം അവിടെ ബോംബ് വീണു. ആ പുള്ളി ശരിക്കും പേടിച്ച് എനിക്ക് ആരോടും മിണ്ടാൻ തോന്നി, അതുകൊണ്ട് വിളിച്ചാന്ന് പറഞ്ഞിട്ട്. അല്ല മാത്രമല്ല പുള്ളി വിചാരിച്ച് ചെറിയ എന്തോ കാര്യമാണെന്ന് പറഞ്ഞപ്പോഴാണ് അറിയുന്നത് അപ്പുറത്ത് മിസൈൽ അറ്റാക്കാണ്. ബോംബ് വീണ ഓടിപ്പോയിട്ട് ഏതോ ബങ്കറിലൊക്കെ മൂന്ന് കുത്തി വീണ്. എന്തായാലും പുള്ളി ജീവനോടെ തിരിച്ചു വന്നു. അല്ല ബൈജു വിചാരിച്ചതേ സിനിമയിലൊക്കെ ഫൈറ്റ് ചെയ്യുന്ന പോലെയാണ് അവിടെ പോവാന്ന് വിചാരിച്ചത്. കാര്യം വ്യത്യാസമാണ്. അല്ല മാത്രമല്ല മിസൈൽ ഇങ്ങോട്ട് ബൈജു കൊട്ടാരക്കയാണ് ഞാൻ ഈ വഴിക്കാൻ. പ്രേക്ഷകർക്ക് വീണ്ടും സ്വാഗതം. അവതാര പുലികൾ തുടരുകയാണ്. ഈ സംപ്രേഷണം പ്രേക്ഷകരിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത് മണിയുടെ മീഡിയ സിറ്റിയിലെ ടോൾക്കെ വിസ്താര സ്റ്റുഡിയോയിൽ നിന്നാണ്. ടോൾക്കയുടെ സാധ്യതകളെല്ലാം ഉപയോഗിച്ചായിരിക്കും ഈ പരിപാടി തുടർന്നും സംപ്രേഷണം ചെയ്യുക. എല്ലാ ഞായറാഴ്ചയും വൈകിട്ട് 6 മുതൽ 9 മണി വരെയായിരിക്കും അവതാര പുലികളുടെ സംപ്രേഷണം. അനുജ, ഇന്നിപ്പോഴേ തിരുവനന്തപുരത്ത് പോയ പല ആളുകളും ചോദിക്കുന്നുണ്ടായിരുന്നു എന്തുകൊണ്ടാണ് അനുജ രാജേഷിനെ ഈ കമന്ററി ഒക്കെ പറയാൻ പൊങ്കാലിടാൻ അയക്കാതെ. എന്താണ് അനുജ പോകാൻ? അതുകൊണ്ടാണോ അനുജയ്ക്ക് പോകാൻ താല്പര്യം ഉണ്ടായിരുന്നു? എനിക്ക് അങ്ങനെ എനിക്ക് ഒന്നാമത് ഇതുമായിട്ട് അത്ര ബന്ധമില്ല സർ. ഞാൻ ഇതുവരെ ഇടാൻ പോയിട്ടുമില്ല. ഇല്ല, പൊങ്കാല ഇട്ടിട്ടില്ല ഇതുവരെ. അയ്യോ, അതൊരു അപകടമായിപ്പോല്ലോ. ഞാൻ വിചാരിച്ചു അനുജ വർഷങ്ങളായിട്ട് പൊങ്കാല ഇട്ട് അനുഭവ സമ്പത്തുള്ള ഒരാളായിരുന്നു. ഓഫീസിൽ ഞങ്ങളുടെയൊക്കെ മേലെ ഇടാറുണ്ട്. അത് നിങ്ങൾ അത് അർഹിക്കുന്നു, അതുകൊണ്ടാണ് അല്ലേ അനുജ? ഞാനൊന്നും പറയാറേ ഇല്ല. ഇവർ യഥാർത്ഥത്തിലെ ഈ ആറ്റുകാൽ പൊങ്കാല എന്ന് കേൾക്കുമ്പോഴെല്ലാം അനുജയുടെ പൊങ്കാലയെ കുറിച്ച് ഒരു ഓർമ്മിക്കാൻ കാര്യം എന്താണ്? അത് എനിക്കറിയില്ല സാർ, അവരോട് തന്നെ ചോദിക്കും. വിജയകുമാർ എന്താണ്? ഒരു ജോക്കിൽ പറഞ്ഞാണ്, ജോക്കിനാണെങ്കിൽ വിട്ടുകളയാം. ഓക്കെ, അപ്പോൾ നമ്മുടെ പ്രേക്ഷകരെല്ലാം ആലോചിക്കും. അനുജ 4 മണിയുടെയൊക്കെ ചർച്ചയൊക്കെ ഒത്തിരി കാലം ചെയ്ത ആളാണ്. സാധാരണഗതിയിൽ ഇപ്പോൾ നമ്മളിപ്പോൾ വീട്ടിലെ തിരക്കുകളും അലച്ചിലുകളൊക്കെ കൊണ്ട് പലപ്പോഴും നമുക്ക് പ്രിപ്പയർ ചെയ്യാനൊക്കെ സമയം കിട്ടാതെ പോകും. അപ്പോൾ എങ്ങനെയാണ് നമ്മുടെ മനസ്സിനെ നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നത്? അത് വലിയ പാടാണ് സാർ. ആ ചോദ്യം ചോദിച്ചത് നന്നായി. കാരണം ഇപ്പൊ പലപ്പോഴും ഞാനിപ്പോ കുറേ വർഷമായിട്ട് അപ്പൊ പല ഫേസിൽ, അതായത് ഇതിനു മുൻപ് ഞാൻ തുടങ്ങുന്ന സമയത്ത് മാരീഡ് അല്ല, അതിനുശേഷം ഒരു ഘട്ടം എത്തുമ്പോഴാണ് കല്യാണം കഴിയുന്നു, കുഞ്ഞുണ്ടാവുന്നു. അപ്പോൾ വീട്ടിലെ കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളത് ഇപ്പൊ എന്നെ സംബന്ധിച്ച് ഞാൻ വളരെ കൃത്യമായിട്ട് വീട്ടിലെ കാര്യങ്ങൾ ചെയ്യുന്നു. ഭക്ഷണം ഉണ്ടാക്കും. ജോലിക്കാരി ഇല്ല. ജോലിക്കാരിക്ക് കുറച്ചു കാലം ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞപ്പോ അവര് ഓടിച്ചതല്ല, കുറച്ചു കാലം എൻ്റെ കൂടെ താമസിച്ചിരുന്നു. പിന്നീട് അവർ സുഖമില്ലാതെ പോവുകയാണ് ചെയ്തത്. അപ്പൊ 24 മണിക്കൂർ വീട്ടിലുള്ള ഒരു ജോലിക്കാരി നല്ല ഐഡിയ ആണോ അത്? അത്ര അല്ല സർ. കാരണം നമ്മൾ അവരുടെ സൗകര്യത്തിന് വേണ്ടി കുറെ അഡ്ജസ്റ്റ് ചെയ്യേണ്ടി. അപ്പൊ അതിലും ഭേദം ഞാൻ കുറച്ച് കഷ്ടപ്പെട്ടാലും അതാണെന്നല്ല. പിന്നെ സാർ ചോദിച്ച ചോദ്യം വലിയ പാടാണ് സാർ. ഇപ്പം നാളെ ഉച്ചയ്ക്ക് ഞാൻ എന്തുണ്ടാക്കണം, ഭക്ഷണം, ഇത് പലപ്പോഴും എൻ്റെ മനസ്സിലുണ്ടാവും. അപ്പൊ ഞാൻ ഈ അവിയൽ, സാമ്പാർ, ഇങ്ങനെയൊക്കെയുള്ള കറികളൊക്കെ ഉണ്ടാക്കി കൊച്ചിന് കൊടുത്തു വിടുക. പ്രഥമ പരിഗണനയുണ്ട്. പിന്നെ അദ്ദേഹത്തിന് അത്ര അങ്ങനെ കുക്കിംഗ് അദ്ദേഹത്തിനോ ഇഡ്ഡലി ദോശയൊക്കെ ഉണ്ടാക്കും, ചായ ഉണ്ടാക്കും. അതിനപ്പുറത്തേക്ക് തീർച്ചയായിട്ടും ഉണ്ട്. രണ്ടുപേരും എനിക്ക് തേങ്ങയൊക്കെ ചിരണ്ടിത്തരും. സപ്പോർട്ടീവാണ്, വളരെ സപ്പോർട്ടീവാണ്. അതുകൊണ്ട് കൂടിയാണ് എനിക്ക് ഈ തരത്തിലേക്ക്. അപ്പോൾ ഇത് രണ്ടും കൂടി നമുക്ക് ഒരുമിച്ച് കൊണ്ടുപോകും. ഇപ്പൊ ആണുങ്ങൾക്ക് അങ്ങനെ ഒരു പ്രശ്നമുള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല. നമ്മുടെ ഇദ്ദേഹം വരുന്നുണ്ട്, നമ്മുടെ മാസ്റ്റർ ഷെഫ് പിള്ള. അതുപോലെ അവിടെ ഷെഫ് അനുജയും കൂടെ ഒരു ദിവസം കയറ്റാമെന്ന് എനിക്ക് തോന്നുന്നു.
ഞാൻ അത്യാവശ്യം കുഴപ്പമില്ലാണ്ട് കുക്ക് ചെയ്യും. ഞാനത് എന്റെ സെൽഫ് പുകഴ്ത്തലല്ല, പക്ഷെ എനിക്കൊരു ആത്മവിശ്വാസം പച്ചക്കറിയാണ് കുക്ക് ചെയ്യുന്നത്. കൂടുതലും പച്ചക്കറിയാണ്, നോൺ വെജ് കുറവാണ് വീട്ടിൽ. എല്ലാ ദിവസവും കൊണ്ടുവരുന്ന സാറ് കാണുന്നുണ്ടായിരിക്കും. അല്ല, അപ്പൊ സാറ് ചോദിച്ചത്, അതായത് നമ്മൾ ഈ അതിനിടയിൽ ഈ ഇതെല്ലാം കൂടി ഞാൻ പലപ്പോഴും ആഗ്രഹിക്കാറുണ്ട്, അങ്ങനെയൊന്നും ഇല്ലാതെ ഈ ന്യൂസിലേക്ക് മാത്രമായിട്ട് എനിക്ക് അങ്ങനെ ഒരു ഫ്രീ ആയിട്ട് എനിക്ക് എഴുന്നേറ്റ് പോയി ഓഫീസിലേക്ക് തിരിച്ചു വീട്, അത് മാത്രമായിരുന്നെങ്കിൽ എന്ന് ഞാൻ ആലോചിച്ചു. പക്ഷെ എൻ്റെ മാക്സിമം ഞാൻ എഫേർട്ട് ഇട്ടിട്ട് തന്നെയാണ്. ഒരു തരത്തിലും ഞാൻ അതിൽ ഒരു കുറവ് വരുത്താറില്ല, ഒരു ഉഡായിപ്പും കാണിക്കാറില്ല. ഈ അതിന്റെ നമ്മളെ ഉഡായിപ്പ് എന്തോ കാണിക്കുന്നവരാരോ ഇതിന്റെ ഇടയിലുണ്ട്, അവരെ നമ്മൾ കണ്ടുപിടിക്കേണ്ടിയിരിക്കുന്നു. മിസ്റ്റർ ആഷ്മിയെ കുറിച്ചാണോ? ആഷ്മി ഉഡായിപ്പ് വീരനായിരുന്നു? അല്ല. അപ്പൊ ആഷ്മിയുടെ ഒരു പൊതുവെ ഒരു സ്വഭാവം എങ്ങനെയാ? ആഷ്മിക്ക് കിട്ടുന്ന ഒരു സ്ക്രീൻ ഇമേജ്, ആഷ്മി പ്രത്യേകിച്ചും ഈ എൻകൗണ്ടറിന്റെ നിശ്ചിതമായ നിലപാടുകൾ കൂട്ടാൻ തുടങ്ങിയതോടെ ആഷ്മി ഒരു പരാക്രമിയാണെന്നുള്ളൊരു, പക്ഷേ പരാക്രമം നമ്മുടെ ജോലിക്കകത്ത് കുറച്ച് പരാക്രമം. അത് പെണ്ണുങ്ങളോടല്ല, പിപിയുടെ കാര്യം. പിപി ഉക്രൈനിലെ കാണാൻ പോകും, ഇവിടെ നിൽക്കാൻ പറ്റിയ ആളല്ല, ഉക്രൈനിലെ കാണാൻ പോകും. ജോലിക്കകത്ത് നമ്മൾ കുറച്ച് പരാക്രമിയാണ്. നമ്മുടെ ജോലി 100% വൃത്തിക്ക് പോകണമെന്ന് ആഗ്രഹമുണ്ട്, അതിനുവേണ്ടി ഞാൻ ചൂടാവാതെ ദേഷ്യപ്പെടാറുണ്ട്. അല്ല, ആഷ്മിക്ക് ഇപ്പം അനുജ് എടുത്തു പറഞ്ഞൊരു കാര്യം, ഞാൻ വീട്ടിലെ കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് ചെയ്യുന്ന ആളാണെന്ന്. ഈ കൃത്യമായിട്ട് ചെയ്യാത്ത ഒരാളാണോ ആഷ്മി? ഉറപ്പായി ഒരു അലമ്പ് മുഖത്തുണ്ട്. ഒരു കാര്യം ചെയ്യാത്ത, പക്ഷേ ഭാര്യ പേടിയാണ് പുള്ളിക്ക്. അതൊരു അയോഗ്യതയായിട്ട് ഞാൻ കാണുന്നില്ല. പേടിയെന്നല്ല, എനിക്ക് ഇഷ്ടം എന്ന് പറഞ്ഞാൽ കേൾക്കാറുണ്ട്, ഭാര്യ കേൾക്കാറുണ്ട്. ഓക്കെ, മാത്രമല്ല ഈ പല ആളുകളും ഉണ്ടല്ലോ, ഈ ഭാര്യയെ പേടിയാണ്, BP ആണോ എന്നൊക്കെ ഇങ്ങനെ കളിയൊക്കെ ചോദിക്കുന്നവരുണ്ട്. ആ ചോദിക്കുന്നവനായിരിക്കും വീട്ടിൽ അടിമയായിട്ട്. അതുകൊണ്ട് ഈ കാരണം അവന്റെ അനുഭവ സാക്ഷ്യമായിരിക്കും അത്. കാര്യം ഭാര്യ അമർത്തിയൊന്ന് മൂളിയാ മതി, പുള്ളി ചാടി അകത്ത് വീഴും. റീജിത്ത് വിദൂരതയിൽ കണ്ണുറപ്പിച്ച് നിൽക്കും, പിന്നെയും കണ്ണുറപ്പിക്കുന്നു. പ്രേക്ഷകർക്ക് സ്വാഗതം. അവതാര പുലികൾ തുടരുകയാണ്. ഇനി അടുത്തൊരു സെഗ്മെന്റിലേക്ക് നമ്മൾ പോവുകയാണ്, ബാൽക്കണി. പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് നമ്മളൊരു വീട് കാണിച്ചു തരാം. ടെലിവിഷൻ കൊണ്ട് ഉപജീവനം നടത്തുന്ന ഒരു അപ്പാവിയുടെ വീടാണ്. ഇവിടെ നിൽക്കുന്ന ഏതോ ഒരു അപ്പാവിയുടെ വീടാണ് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ഈ വീട് ആരുടെയാണെന്ന് പറയുകയാണെങ്കിൽ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് അത് യൂട്യൂബിലാണ് നിങ്ങൾ അയക്കേണ്ടത്. ഇത് കാണിച്ചിട്ട് ഒരു 5 മിനിറ്റിനകം നിങ്ങൾ അറിയിക്കണം ഈ വീട്. ഈ വീട്ടിലാണ് ഒരു അപ്പാവി ജനിച്ചു വളർന്നത്. അപ്പോൾ ഇവിടെ നിൽക്കുന്നവരുടെ എല്ലാം മുഖത്ത് നോക്കി നിങ്ങൾക്ക് ഈ വീട് കണ്ടുപിടിക്കാൻ പറ്റുകയാണെങ്കിൽ 5 മിനിറ്റിനകം യൂട്യൂബിൽ കമൻ്റായിട്ട് നിങ്ങൾ അയയ്ക്കുക. നിങ്ങൾക്ക് തിരഞ്ഞെടുക്കപ്പെടുന്ന 10 ആളുകൾക്ക് 10 24-ന്റെ കപ്പ് അയച്ചിരുന്നു. കപ്പാണല്ലോ, കപ്പടിക്കും. അപ്പോൾ കപ്പടിക്കും എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ നോക്കുക ഇത് ആരുടെ വീടായിരിക്കും എന്നുള്ളത്. അതിന് സാധ്യത ഓക്കെ. പരിചയമുള്ള വീട് തന്നെ. അപ്പോൾ മാത്രമല്ല ഈ വീട് ഇപ്പോഴില്ല താനും, അങ്ങനെയുണ്ട്. ഈ വീട് ഇപ്പോഴില്ല. അപ്പോൾ അതുകൊണ്ട് അത് ആരുടെ വീടാണ്, ആരുടെ ആയിരിക്കും 5 മിനിറ്റിനുള്ളിൽ നിങ്ങൾ അറിയിക്കണം. 5 മിനിറ്റിനുള്ളിൽ അറിയിച്ചാൽ 10 കപ്പുകൾ തിരഞ്ഞെടുക്കപ്പെടുന്ന 10 പ്രേക്ഷകർക്ക്. പിപിക്ക് പറയാൻ പറ്റുന്നത് അപ്പാവിയാവണ്ട. ഓക്കെ. അപ്പോൾ ആദ്യം അറിയിക്കുന്ന 10 പേർക്ക് 10 24-ന്റെ കപ്പ് നമ്മൾ അയച്ചു കൊടുക്കും. അപ്പോൾ നിങ്ങളുടെ എല്ലാം അഭിപ്രായങ്ങൾ കാത്തിരിക്കുന്നു. അപ്പോ അല്ല, അതിനിടയിൽ ഒരു ഒറ്റ കാര്യം, കഴിഞ്ഞ തവണ എന്നെ ശരിക്കും പറഞ്ഞാൽ എനിക്കൊരു സർപ്രൈസ് തന്നു. അല്ല, ഒരു പ്ലസന്റ് സർപ്രൈസ്. എന്റെ അമ്മയെ എനിക്ക് സ്ക്രീനിൽ കാണിച്ചു അല്ലേ. അപ്പോ അന്ന് SK ഒരു കാര്യവും പറഞ്ഞു, അതായത് എക്സിക്യൂട്ടീവ് എഡിറ്റർ ഒക്കെ ആണെങ്കിലും ഇതൊന്നും ആരും അറിയില്ല, ഞാനും പ്രൊഡ്യൂസറും തമ്മിലുള്ള ബന്ധമാണ്. ഇപ്പൊ പൊതുവെ പ്രേക്ഷകർക്കൊക്കെ അറിയാം, എക്സിക്യൂട്ടീവ് എഡിറ്റർ എപ്പോഴും ചീഫ് എഡിറ്ററുടെ നിർദ്ദേശം അനുസരിച്ചിട്ടാണ് പ്രവർത്തിക്കുക. ചീഫ് എഡിറ്റർ. അപ്പോ ഞങ്ങളെ സംബന്ധിച്ച് ഓണറബിൾ ചീഫ് എഡിറ്ററുടെ നിർദ്ദേശം അനുസരിച്ചിട്ട്. അപ്പോ പക്ഷെ ഇതിനകത്ത് ഞാനൊരു എക്സ്ട്രാ ഫ്രീഡം എടുക്കുകയാണ്. അതായത് ഇത് ഞാനും ഈ പ്രോഗ്രാമിന്റെ പ്രൊഡ്യൂസർ മാത്രം അറിഞ്ഞിട്ടുള്ള സർപ്രൈസ്. ഐ ആം ഗോയിങ് ടു ഗിവ് യു എ പ്ലസന്റ് സർപ്രൈസ്. Can anybody guess? A surprise to me. Yeah, surprise. Very much. ഞാൻ ഒന്നുകൂടെ pleasant surprise. Pleasant. That can be an unpleasant surprise. Pleasant surprise. അല്ല, ആർക്കെങ്കിലും ഗസ് ചെയ്യാമോ? അല്ല, ആർക്കെങ്കിലും ഗസ് ചെയ്യാമോ എന്തായിരിക്കും? മകൾ. സാറിന്റെ മകൾ. ശരി, എനിക്ക് അറിയില്ല. സാറിന്റെ മകൾ ചാരു. എന്റെ ഭാര്യ. ഞാൻ ഗസ് ചെയ്യുന്നു.
ഓക്കെ അല്ല മകൾ അതൊരു പ്രസന്റ് സർപ്രൈസ് ആണ് സാറിന് ഗോപി, തീർച്ചയായും മകളും ഗോപിക്ക് മാത്രമല്ലേ അറിയുള്ളൂ, മകളും ഭർത്താവും കുഞ്ഞും വരുമെന്നാണ് എന്റെ പ്രതീക്ഷ. അല്ല, മാഡത്തിനെ ഇങ്ങോട്ട് വിളിച്ചാൽ അതൊരു സർപ്രൈസ് അല്ല സാറിന്. സാർ അത് എക്സ്പെക്ടിങ് അല്ലേ? അതുകൊണ്ട് സർപ്രൈസ് ഈ അല്ല. സ്ഥാപനത്തിലെ ജീവനക്കാരി ആയതുകൊണ്ട് എവിടെയും കയറി വരാം. എന്നാ ഇതാ ഇതുവരെ ആരും കണ്ടിട്ടില്ലാത്ത SKനോട് ചേർന്ന് നിൽക്കുന്ന ഒരാൾ വരുന്നു. ഓക്കെ, വരട്ടെ വരട്ടെ, എല്ലാവരും ക്ലാപ്പ് ചെയ്ത്, എല്ലാവരും ക്ലാപ്പ് ചെയ്ത്, ക്ലാപ്പ് ചെയ്ത്. വരട്ടെ, സർപ്രൈസ് വരട്ടെ, സർപ്രൈസ് വരട്ടെ. സർപ്രൈസ് വരട്ടെ, സർപ്രൈസ് വരട്ടെ. സർപ്രൈസ് വന്നില്ലല്ലോ. സർപ്രൈസ് വരും. വരുമോ? സർപ്രൈസ് വരും. ആരിത്? സൂപ്പർ. വൈഭവ്, യു ആർ ദ സർപ്രൈസ് ടു മീ. ഓക്കേ, പ്ലസന്റ് സർപ്രൈസ്. സോ വൈഭവ് സാറിന്റെ ജീവന്റെ ജീവനായ മകളുടെ മകനാണ്. ഓക്കെ ഓക്കെ, ഇവരെയൊക്കെ മനസ്സിലായോ മോന്? വൈഭവ് മനസ്സിലായോ? ആ, പേരെന്ന് പറഞ്ഞേ കേട്ടോ. പേരെന്ന് പറഞ്ഞേ. ഞാൻ അറിഞ്ഞില്ല. വൈഭവ്, ഹു ഈസ് യുവർ ഫാദർ? അച്ഛാ. വെരി ഗുഡ്, വെരി ഗുഡ്. അവരില്ലേ? ഓക്കെ, അച്ഛനെ വിളിച്ചാലോ? നമുക്ക് അച്ഛനെ ഇങ്ങോട്ട് വിളിച്ചാലോ? വിളിക്കൂ, അച്ഛനെ വിളിച്ചോളൂ. വിളിക്കൂ. അച്ഛാ. യെസ്. വരുന്നുണ്ട്. ഓക്കെ ഓക്കെ. അനുരാജ്, ഹലോ അനുരാജ്. ഹലോ. ഓക്കെ. അപ്പൊ അല്ലല്ല, അനുരാജിനോട് ഞാനൊരു ചോദ്യം ചോദിച്ചു. ഞങ്ങള് ഇപ്പോൾ SKനെ സംബന്ധിച്ച് ഞങ്ങള് SKന്റെ എല്ലാ ഭാവഭേദങ്ങളും കണ്ടിട്ടുണ്ട്. അതായത് ദേഷ്യം കണ്ടിട്ടുണ്ട്, സ്നേഹം കണ്ടിട്ടുണ്ട്, നമ്മളോടുള്ളൊരു സംരക്ഷണം കണ്ടിട്ടുണ്ട്, ഇതൊക്കെ ഉണ്ട്. അപ്പോൾ അമ്മായച്ഛൻ എന്ന നിലയിൽ ഓക്കെ, എങ്ങനെയാണ് അദ്ദേഹത്തിന്റെ പെരുമാറ്റം? അല്ലല്ല, അത് ഞാൻ ഇവിടെ നിന്നുകൊണ്ട് അങ്ങനെ പൊക്കി പറയാന്ന്. ഓക്കെ, അപ്പം ശരിക്കും ഒരു അമ്മായിയച്ഛൻ്റെ ഒരു ഫീല് എനിക്ക് ഇതുവരെ വന്നിട്ടില്ല. ശരിക്കും ഒരു അച്ഛൻ്റെ കരുതലോടെ തന്നെയാണ് എന്നെ ഇതുവരെ കണ്ടിട്ടുള്ളത്. ഓക്കെ, അപ്പം എല്ലാ തരത്തിലുള്ള ഫ്രീഡവും ചാരുതയുടെയും ശ്രീകുട്ടൻ്റെ പോലത്തെ തന്നെ അതേ ഫ്രീഡം എനിക്ക് ആ വീട്ടിലുണ്ട്. എന്തും പറയാനുള്ള ഒരു സ്വാതന്ത്ര്യം എനിക്കുണ്ട് ആ വീട്ടിൽ. അപ്പം ആ ഒരു എനിക്ക് കിട്ടിയിട്ടുണ്ട്, പ്രത്യേകിച്ച് അച്ഛൻ്റെ നിന്നായാലും അമ്മയുടെ നിന്നായാലും രണ്ടുപേരുടെ നിന്നും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ SKന്റെ ആങ്കറിങ് കണ്ടിട്ട് എന്തെങ്കിലും അഭിപ്രായങ്ങൾ പറയാറുണ്ടോ? കാണാറില്ല. അല്ല, ആക്ച്വലി ആങ്കറിങ് കണ്ടിട്ടുണ്ട് നമ്മൾ പണ്ട് മുതലേ. എന്ന് വെച്ചാൽ നമ്മൾ തമ്മിൽ മൂലമുള്ള ആങ്കറിങ് നമ്മൾ കണ്ട് കൊച്ചിലെ മുതലേ നമ്മൾ കണ്ടവരാണത്. അപ്പം അങ്ങനെ ഞാൻ അഭിപ്രായമൊന്നും ഞാൻ പറയാറില്ല. പിന്നെ എന്തെങ്കിലും കോസ്റ്റ്യൂമിന്റെ കാര്യം അങ്ങനെ എന്തെങ്കിലുമൊക്കെ വരുവാണെങ്കിൽ മാത്രം എന്തെങ്കിലുമൊക്കെ ഞാൻ പറയാറുണ്ട്. അല്ല ഇതിനകത്തൊരു രഹസ്യം ഞാൻ പറയാം. അതായത് ചാരുവിനെ കാണാനായിട്ട് അനു തിരുവനന്തപുരത്ത് എൻ്റെ വീട്ടിൽ വരുന്ന സമയത്ത് ഞാൻ ഈ നമ്മൾ തമ്മിൽ കിടന്ന് ചാടുന്ന കാലമാണുള്ളത്. അപ്പോൾ അനു പ്രിപ്പയർഡ് ആയിട്ടാണ് വന്നത്. ഇയാൾ 2 ചോദ്യം ചോദിക്കുകയാണെങ്കിൽ മറുപടി പറയാന്നുള്ള കാര്യം. 2 ചോദ്യങ്ങൾക്ക് സാധ്യതയുണ്ടല്ലോ. എങ്കിൽ ആ ചോദ്യങ്ങൾക്ക് ഒരു യഥാവിധ റിപ്ലൈ കൊടുക്കണം. അല്ല, ഒട്ടും വീട്ടിൽ ഉണ്ടാകാത്ത ഒരാളാണല്ലോ SKN. അധിക സമയം ഓഫീസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ തിരക്കായി നിൽക്കുന്ന ഒരാളാണ്. അപ്പോൾ അത് എങ്ങനെയാണ്? അപ്പോൾ അത് ഏതെങ്കിലും തരത്തിൽ അദ്ദേഹം ഒരു മാതൃകയാണ്, അങ്ങനെ തോന്നിയിട്ടുണ്ടോ അനുരാജന്? അത് ശരിക്കും തോന്നി. മാതൃക അല്ലാന്ന് തോന്നിയിട്ടുണ്ടോ? അല്ലല്ല, ആക്ച്വലി നമ്മളിപ്പം ഈ ഇന്ത്യയിലൊക്കെ തന്നെ ഇപ്പം യങ്സ്റ്റേഴ്സ് എല്ലാവരും വലിയ സ്റ്റാർട്ടപ്പും ഓൺടർപ്രീനേഴ്സൊക്കെ ആവാൻ നോക്കുമ്പം അച്ഛൻ ഈ ഏജിലും കടന്ന് ഒരുപാട് സ്ട്രഗിളും അല്ലെങ്കിൽ ഇത്രയും ഹാർഡ് വർക്ക് ചെയ്യുന്ന ഒരു ശരിക്കും അത് നമ്മൾ മുന്നിൽ കണ്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും പറയും IT ജോബൊക്കെ ഭയങ്കര സ്ട്രെയിൻ ഉള്ളതാണ് ഒക്കെ പറയുമ്പോഴും, പക്ഷെ ഞാൻ നോക്കുമ്പം ഇത് അതിലും സ്ട്രെയിൻ ആണ്. പക്ഷേ അച്ഛൻ ഇത്രയും ഹാർഡ് വർക്ക് ചെയ്ത് അത് കൊണ്ടുപോകുന്നുണ്ട്. പക്ഷെ ആ ഒരു രീതിയിൽ നമുക്ക് ശരിക്കും അതൊരു പ്രചോദനമാണ്. ആ ഒരു യൂത്ത്ഫുൾനെസ് തുടങ്ങിയ സമയത്തുള്ള അതേ യൂത്ത്ഫുൾനെസ് ഇപ്പോഴും SKനുണ്ട് അല്ലേ? അത് എല്ലാ ടീമിലും ഉണ്ട്, റിഫ്ലക്ട് ചെയ്യുന്നുണ്ട് എല്ലായിടത്തും. അപ്പോൾ വാവ എന്ത് പറയുന്നു? പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ഒരു താങ്ക് യു പറഞ്ഞേ. നമുക്ക് SKന് ഒരു വീഡിയോ കാണാനുണ്ട്. ഒരു വീഡിയോ, ഒരു ഫാമിലി വീഡിയോ. ഓക്കെ,
അപ്പൊ സന്തോഷത്തോടുകൂടി ഈ കുടുംബം മുന്നോട്ട് പോകട്ടെ. ഞങ്ങളുടെ എല്ലാം ആശംസകൾ. അപ്പൊ വൈഫ് കൈ കൊടുത്തിട്ട് പോകൂ. ഓക്കെ, പ്രേക്ഷകർക്ക് താങ്ക് യു പറഞ്ഞോ. ഓക്കെ മിടുക്കൻ. ഓക്കെ താങ്ക് യു അനു. ഓക്കെ മോൻ. ഓക്കെ ബൈ. താങ്ക് യു അനു. ഓക്കെ തീർച്ചയായിട്ടും സന്തോഷം. ഓക്കെ, അപ്പൊ ഒരു പ്ലസന്റ് സർപ്രൈസ് ആയിരുന്നു ഗോപി. ഓക്കെ, ഞാൻ പ്രതീക്ഷിച്ചില്ല. കാരണം ഗോപി ഗൂഢാലോചന എന്തോ നടത്തുന്നു എന്ന് വിചാരിക്കും. ഞാൻ അയൽവാസികളെ ആലോചിക്കൂ, വേറെ ആർക്കോട്ട് പണിയാനുള്ള പരിപാടിയാന്ന് വിചാരിച്ചു. താങ്ക് യു ഗോപി. ഇപ്പൊ ഒരു കാര്യം മനസ്സിലായില്ലേ, എക്സിക്യൂട്ടീവ് എഡിറ്റർ സ്മാർട്ടാണെന്നല്ല, കൊടുത്താൽ കൊല്ലത്തും കിട്ടുമെന്ന് തെളിയിച്ച്. ഓക്കെ, എന്നാലും നന്നായി. കാരണം അവര് ഒരു പ്രക്ഷേപണത്തിലേക്ക് ആദ്യമായിട്ടാണ് അനുരാജും ഒക്കെ വരുന്നത്. ഒരുപക്ഷെ വൈഭവം വരുന്നതൊക്കെ ആദ്യമായിട്ടാണ്. ചിലപ്പോൾ ഇവരൊക്കെ ആയിരിക്കും ഭാവിയിൽ അവതരിപ്പിക്കേണ്ടത്. അവതാരകർക്ക് പറയാൻ പറ്റത്തില്ല. ഓക്കെ, അപ്പോൾ നേരത്തെ നമ്മളൊരു വീട് കാണിച്ചല്ലോ. അപ്പോൾ ആ വീടിൻ്റെ ഉത്തരങ്ങൾ അയക്കാൻ വേണ്ടിയുള്ള ഒരു നമ്പർ ഇപ്പോൾ സ്ക്രീനിൽ എഴുതി കാണിച്ചു തരാം. വളരെ പെട്ടെന്ന് അയച്ചോളൂ. 6235968630. അപ്പോൾ ഈ നമ്പറിലേക്കാണ് നിങ്ങൾ അയക്കേണ്ടത്. വളരെ പെട്ടെന്ന് അയക്കണം, കാര്യം നമുക്ക് ആ കപ്പ് റെഡിയെ ഇതാണ് 6235968937 എന്നാണ് നമ്പർ. 6235968937 സ്ക്രീനിൽ ഇപ്പോൾ ഉണ്ട്. പ്രേക്ഷകർ നോക്കിക്കോളൂ. വളരെ പെട്ടെന്ന് കപ്പ് റെഡിയായി. കപ്പ് റെഡിയായി. അതുകൊണ്ടാണ്. അപ്പോൾ വിജയകുമാർ കുത്തണ്ട. വിജയകുമാറില്ല കപ്പ്. വിജയകുമാർ കുത്താൻ തുടങ്ങുകയാണ്. വിജയകുമാർ മനസ്സിലായി ഉത്തരം. അപ്പൊ ഇനി എനിക്ക് മനസ്സിലായില്ല. അപ്പൊ എനിക്ക് വിജയകുമാറിനോട് ഒന്നുണ്ട് കാര്യങ്ങൾ ചോദിക്കാനുണ്ട്. വേണ്ട വിജയകുമാർ, അത് വരൂ വിജയകുമാർ, വരൂ ഓരോരുത്തരെ കൊണ്ടുപോയി കൊലപ്പെടുത്താൻ. അതെ, വിജയകുമാർ കഴിഞ്ഞ പ്രാവശ്യം ഭാര്യ ചില കാര്യങ്ങൾ പറയാൻ മടിച്ചു. നമ്മൾ ചില ചോദ്യങ്ങൾ ചോദിക്കാൻ ശ്രമിച്ചു, എന്നിട്ട് ഒന്നും സംഭവിച്ചില്ല. വീട്ടിൽ ചെന്നപ്പോ എന്താ സംഭവിച്ചത്? വിജയകുമാർ ആകെ ഉള്ള ഒരു ക്വാളിറ്റി എന്തായിരുന്നു ചോദിച്ചു കഴിഞ്ഞാൽ കള്ളം പറയത്തില്ലെന്ന്. അതും പറഞ്ഞു തുടങ്ങി. പ്രത്യേകിച്ച് സംഭവിച്ചില്ല. വൈഫ് എന്താ പറഞ്ഞേ? മിസ്റ്റർ അല്ല, വിജയകുമാർ, അത് സംഭവിച്ചത് എന്താ, അത് നമ്മൾ പ്രോഗ്രാം തുടങ്ങി കുറച്ച് കഴിഞ്ഞപ്പോഴാണ് നമ്മുടെ വീണ നമ്മുടെ ഓഫീസിൽ നിന്ന് അവിടെ എത്തിയത്. അപ്പൊ വീണ പറഞ്ഞു, ഇത് ആദ്യം വീണ പറഞ്ഞത് വിജയേട്ടനോട് പറയരുത്, കുഴപ്പമാവും. പറയരുന്ന് പറഞ്ഞു. ഏതെങ്കിലും കാര്യം വിജയേട്ടനോട് പറയാതെ ചെയ്ത ചരിത്രം ഭാര്യക്കുണ്ടോ? ഇല്ല. വീട്ടിലിരിക്കുന്ന ഭാര്യ എന്ത് കരുതുമെന്ന്. ഓക്കെ, അപ്പം എന്തായാലും പോട്ടെ, നമുക്ക് ഈ വിഷയത്തിലേക്ക് വരാം. അപ്പോ വീണ ചെന്നു. അപ്പോ അവർക്ക് മറ്റേ ഈ ഇരിക്കാനുള്ള സ്ഥലം എവിടെ ഇരിക്കണം, ഒരു ഫ്രെയിം ഒക്കെ വെച്ചു. അങ്ങനെ അങ്ങ് പോയി, അത്രേ ഉള്ളൂ. അതിനകത്ത് ഞാൻ ചെന്ന ശേഷം പിന്നെ അത്, പക്ഷെ എന്നോട് എന്റെ മോൻ പറഞ്ഞു, ഈ ഞായറാഴ്ചയും 24 നിന്ന് ആരെങ്കിലും വരുമെങ്കിൽ നേരത്തെ പറയണം, ഞങ്ങൾക്ക് ഇവിടുന്ന് മാറി നിൽക്കാൻ. അല്ല, ഞാൻ വിചാരിച്ചു ബുക്ക് ചെയ്യണം നേരത്തെ. അല്ല, ഇത് ഇത്തവണ അത് പ്രമാണിച്ച് ഒരു യാത്ര ചെയ്തിട്ടുണ്ടോ? ഇവിടെ ഈ ആഴ്ച എന്തായാലും വരില്ല എന്ന് ഞാൻ പറഞ്ഞത്, അതുകൊണ്ട് അവിടെ ഉണ്ട്. സാധാരണ പക്ഷെ ഇപ്പൊ എന്നോട് എന്റെ ഭാര്യ ചോദിച്ചു ഇന്ന് ആരാണെന്ന്. ഞാൻ പറഞ്ഞു 2 മിനിറ്റ് കഴിഞ്ഞാൽ അറിയാം. ഏറെ നോക്കോളെ. അല്ല, വിജയകുമാർ കലി ബാധിച്ചു കഴിഞ്ഞാൽ വീട്ടിൽ എങ്ങനെ പെരുമാറ്റം? എനിക്ക് കലി ബാധിക്കാതെ നോക്കുക. ബാധിച്ചൊന്നിരിക്കട്ടെ, അതെ, എന്താ പറയാ, നമ്മൾ ഏറ്റവും നല്ല ക്വാളിറ്റി ആയിട്ട് തോന്നുന്നത് അല്ല എന്റെ നമ്മള് ഒരു സമവായത്തിന്റെ അന്തരീക്ഷം എല്ലായിടത്തും രൂപപ്പെടുത്തുകയാണ്. പ്രത്യേകിച്ച് വീട്ടില് ഒരു ഏറ്റുമുട്ടലിന്റെ സാഹചര്യത്തിലേക്ക് പോയാൽ നമ്മള് ഭാര്യ തുടുപ്പുണ്ടല്ലോ, നമ്മുടെ കപ്പ ഇളക്കുന്ന സാധനം, അത് എടുത്തോണ്ട് ഇറങ്ങുമ്പോഴാ നമുക്ക് സമവായത്തിൽ പോകാം. അങ്ങനെ പറയാൻ പറ്റും. തുടുപ്പൊക്കെ ആണെങ്കിൽ അത് കുഴപ്പമില്ല. എന്നിരുന്നാലും നമുക്ക് ഒരു പാട് കാണുന്നുണ്ട്. നമ്മൾ പരസ്യമായിട്ട് അധിക്ഷേപിക്കണ്ട. ഇനി നമുക്ക് വിചാരണയിലേക്ക് കടക്കാം, അല്ലേ? വിചാരണ. ശരി, വിചാരണ. എനിക്ക് തോന്നുന്നത് ഡോക്ടർ സുഹൈലിനോടാണ് ചോദ്യം. എനിക്ക് തോന്നുന്നു ശ്രീലക്ഷ്മിയാണ് ഡോക്ടർ ശ്രീലക്ഷ്മി പ്രദീപ്. ഡോക്ടർ ശ്രീലക്ഷ്മി ചോദിച്ചോളൂ. ഹായ്, ഞാൻ ഡോക്ടർ ശ്രീലക്ഷ്മി. എൻ്റെ ചോദ്യം പോലീസ് ഡയറിയൊക്കെ ചെയ്യുന്ന സുഹൈലിനോടാണ്. ഹായ് സുഹൈൽ, ഓരോ വാർത്ത കഴിയുമ്പോഴും അതിനോട് വളരെ കണക്റ്റഡ് ആയിട്ടുള്ള മെസ്സേജ് സുഹൈൽ പറയാറുണ്ട്. അങ്ങനെ ആരും പറഞ്ഞു കേട്ടിട്ടില്ല. അത് വളരെ യുണീക്കും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. സോ എൻ്റെ ചോദ്യം ഇതാണ്, അത് സുഹൈലിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ വരുന്ന ആശയമാണോ അതോ നമ്മുടെ ഹാഷ്മി പറഞ്ഞു തരുന്നതാണോ? ഞാൻ പറഞ്ഞ പുറത്ത് പറയുന്നില്ലേ? മാത്രമല്ല വേറെ അല്ല, സുഹൈൽ മറുപടി പറയുമ്പോൾ ഞാൻ ഒരു കാര്യമുണ്ട്. ആഷ്മി ശ്രദ്ധിച്ചോ? സുഹൈലിന്
വല്ലാത്ത നാണമായി സ്ഥിരമുള്ള ശരി സ്ഥിരമുള്ളതാണോ അല്ല അതല്ല എസ്കൻ അതല്ല നമ്മള് സിനിമ പറയത്തില്ലേ ഇവിടെ ചെന്ന് പരിപാടി അവതരിപ്പിച്ചാലും ഇതാണല്ലോ അവസ്ഥ എന്ന്. ഇതിപ്പം ഹാഷ്മി പറഞ്ഞു കൊടുക്കുന്നതാണോ എന്നാണ് പ്രേക്ഷകരുടെ സംശയം. സുഹൈൽ പറ എന്താണെന്ന്. ഡോക്ടർ ഹാഷ്മിയുടെ ആരെങ്കിലും ആണോ? എനിക്ക് സംശയമുണ്ട് സാർ. കാരണം എന്റെ പരിപാടിയിൽ ഹാഷ്മികയുടെ പേരോട് ചേർത്താണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിലങ്ങനെ ഇൻസിഡന്റ് ആയിട്ട് വരുന്ന ഞാൻ നേരത്തെ പറഞ്ഞാണ്. ഹാഷ്മിക്ക് ഇതിൽ ഒരു പങ്കുമില്ല എന്ന് മാത്രമല്ല, ഹാഷ്മിക്ക് എന്താ പറഞ്ഞാൽ അത് പരിഗണിക്കാറുമില്ല. അതിന്റെ ക്രെഡിറ്റ് എടുക്കാൻ വരണ്ട എന്നുള്ളതാണ്. അല്ലേ? അപ്പൊ പൊതുവെ എങ്ങനെ ഈ നാണത്തിന്റെ കാര്യം? ഒട്ടുമില്ല. ഇല്ല. അല്ല ഇപ്പൊ വല്ലാതെ നാണിച്ചു പോയോലെ എനിക്ക് മാത്രമല്ല ഈ യൂത്ത് ഓഡിയൻസിലുണ്ടെന്ന് ആ മുഖത്തെ ആ കൗതുകം അങ്ങ് ഊർന്നു പോയതുപോലെ ഒരു ബുദ്ബുദം. അതേസമയം കണ്ണിലോ കിനാവ് ഇങ്ങനെ പൊട്ടിവിടരുന്ന പോലെ ഇത് രണ്ടും ഫീൽ ചെയ്തായിരുന്നു. സത്യം ഉണ്ടാവും സാർ. മാത്രമല്ല പ്രേക്ഷകർ ശ്രദ്ധിക്കുന്നു പറഞ്ഞപ്പോ ചെറിയ കാര്യമല്ല അല്ലേ? തീർച്ചയായിട്ടും. അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം, അടുത്ത ഒരു കാര്യത്തിലേക്ക് വിജയം നമുക്ക് കടക്കാനുണ്ട്. ഉടനെ കടക്കാം. അതൊന്ന് ഞാൻ എടുത്തോട്ടെ, ചെറിയൊരു പ്രശ്നം. അതായത് ഈ 24 കുടുംബത്തിൽ വന്ന് കയറിയിട്ട് അവിടെ തന്നെ കല്യാണം കഴിച്ച് സായുജ്യം അടഞ്ഞ ചില ആളുകളുണ്ട്. അത് ഇവിടെ അതിലൊരാളാണ് TK റീജിത്ത്. അപ്പോൾ മാത്രമല്ല അതിനപ്പുറത്തൊരു മനുഷ്യൻ നിൽപ്പുണ്ട്, ഡോക്ടർ ഉന്മേഷ് ശിവരാമൻ. ഇവര് ഇവിടേക്ക് വന്നത് തന്നെ ഇതിനായിരുന്നു നമ്മൾ. ഓക്കെ. അപ്പൊ നിങ്ങള് ഡോക്ടർ ഉന്മേഷും ഡോക്ടർ അല്ലാത്ത റീജിത്തും ഞെട്ടാൻ പോവാ. അപ്പോൾ ഒരു കാര്യം ചെയ്യാം, ഇനി ആളെ കണ്ട് ഞെട്ടിയാൽ മതി. ഒരാളെ ഞാൻ ഇങ്ങോട്ട് വിളിക്കുകയാണ്. ബി കെയർഫുൾ. റീജിത്തും ഉന്മേഷും ബി കെയർഫുൾ. വരട്ടെ ഹോം ക്രീം. വിന്ധ്യ വരൂ. ഈ വിന്ധ്യ എന്ന് പറയുന്ന ആള് ഇദ്ദേഹത്തിന്റെ ധർമ്മപത്നിയാണ് കേട്ടോ. പ്രതീക്ഷോ മൈക്ക് പറയൂ. പ്രതീക്ഷോ? ഇല്ല, പ്രതീക്ഷിച്ചു. റീജിത്തെ പറയൂ. റീജിത്തെ കിളി പറഞ്ഞെന്ന് മാത്രമല്ല സ്ഥലജല അറിഞ്ഞായിരുന്നോ? ഇല്ല, നമ്മുടെ ടീമൊക്കെ ആണല്ലോ ഇതിന്റെ ആളുകൾ. ഞാൻ രഹസ്യമായി നീക്കം നടത്തി ആരാണ് എന്തൊക്കെയാണ് ഇന്നത്തെ ഇതെന്നൊക്കെ അറിയാൻ വേണ്ടി. അതിൽ എന്റേതൊഴികെ ബാക്കിയല്ല എനിക്ക് പറഞ്ഞു തന്നെ. ഇത് കിട്ടിയില്ലല്ലേ? സത്യമായിട്ട് കിട്ടിയില്ല. അപ്പം വിന്ധ്യ നമ്മുടെ ഡിജിറ്റലിലാണ് ജോലി ചെയ്യുന്നത്. ഇനി വിന്ധ്യ കാര്യങ്ങൾ പറയൂ. എങ്ങനെയാണ് ഇദ്ദേഹത്തിന് കണ്ടുമുട്ടിയത്? കല്യാണം എപ്പോൾ കഴിച്ചു? പ്രോഗ്രാമിൽ എങ്ങനെ മാറ്റം വന്നു? അത് ഇയാളെ കണ്ടുമുട്ടിയത് 24 തന്നെയാണ്. പിന്നെ കല്യാണം ഞാനിങ്ങനെ ആലോചിക്കുന്നു, 24 തുടങ്ങിയില്ലായിരുന്നു ഒരു കല്യാണം നടക്കത്തില്ലായിരുന്നു അല്ലേ? സാറിന് അതിന് പ്രത്യേക നന്ദിയുണ്ട്. ഉണ്ടല്ലേ? അതിങ്ങനെ പല്ല് അടിച്ചോണ്ട് നന്ദിയാണോ നാശമാണോ കഴിച്ച് പറയാൻ പറ്റൂ. നന്ദിയുണ്ട് കേട്ടോ. അല്ല ഇനി വെച്ചിട്ടുണ്ടോ? ഓക്കെ. എന്നിട്ട് എന്തായി കാര്യങ്ങളൊക്കെ? എന്നിട്ട് ഇതുവരെ എല്ലാം അടിപൊളി. ഇതുവരെ ഇനി അതേ പറയാൻ പറ്റുമല്ലേ? നമുക്ക് പറയാൻ പറ്റും. ഞാൻ പക്ഷെ കുഴപ്പമില്ല, വളരെ സത്യസന്ധമായിട്ട് പറയണം. അതായത് TK റീജിത്തിനുള്ള നല്ല വാർത്താവതാരകനെ കണ്ടിട്ടുണ്ട്. അയാളെ പ്രണയിച്ചു. ഇടനാഴിയിൽ വെച്ചൊക്കെ തന്നെ ഞാനിന്ന് വിളിച്ചപ്പം ഉപ്പ അറിഞ്ഞായിരുന്നു എന്നൊക്കെയുള്ള കാര്യങ്ങൾ. നമ്മൾ വെളിച്ചെണ്ണ വിലയൊന്നും സംസാരിക്കത്തില്ല. അപ്പോൾ അതെല്ലാം കല്യാണം കഴിഞ്ഞല്ലേ. അപ്പം പിന്നീട് കല്യാണം കഴിഞ്ഞു, വെളിച്ചെണ്ണ വില, മാർക്കറ്റിലെ വില വ്യത്യാസം, കിട്ടുന്ന ശമ്പളത്തിൽ നിന്ന് ലോൺ അടക്കേണ്ട കാര്യം, EMI കൂടുന്നു, പല പ്രശ്നങ്ങൾ. അങ്ങനെ വന്നപ്പോൾ ഈ TK റീജിത്ത് എങ്ങനെ ഉണ്ടായിരുന്നു? സത്യമായി പറയൂ. സത്യം പറയാം, TK റീജിത്ത് ഭയങ്കര നോക്കരുത്. റീജിത്ത് അങ്ങോട്ട് നോക്കും, ക്യാമറയോട് നോക്കിക്കോളൂ. ഭയങ്കര സപ്പോർട്ടീവാണ്. ആരെ? എന്നെ. ഞാൻ അത്രേ വിചാരിച്ചില്ല. എന്ന് വെച്ചാൽ നമുക്കറിയാലോ, പൊതുവെ ആണുങ്ങളൊക്കെ കുറച്ചൊന്ന് അവരവരുടെ കാര്യം നോക്കി കുറച്ച് സെൽഫിഷ് ആയിരിക്കും. അല്ല, എന്നാലും ആണുങ്ങൾക്ക് അവരവരുടെ കാര്യം കഴിഞ്ഞിട്ട് ബാക്കിയെല്ലാം ഉള്ളൂ. പക്ഷെ റീജിത്ത് ഭയങ്കര സപ്പോർട്ടീവാണ്. അത് ഇവിടെ വന്ന് അങ്ങനെ നമ്മുടെ സീനിയർ ആണല്ലോ, അപ്പൊ അങ്ങനെ വിളിച്ച് കൊതിയായി. മാത്രമല്ല എന്റെ ഇടയ്ക്ക് റിൻ എന്നത് ചുരുക്കി വിളിച്ചു. അതെന്തോ നീലത്തിന്റെ പേരല്ലേ? അത് അല്ലേ റീത്തെ? പഴയൊരു നീലം എന്തോ അല്ലേ അത്? സോപ്പൊടിയാ. എങ്കിൽ വിളിച്ചോളൂ, സോപ്പൊടി തന്നെ. ഓക്കെ. അപ്പോ കുക്ക് ചെയ്യും. അതിന്റെ ഗുണം എല്ലാം കിട്ടുന്നുണ്ടല്ലേ? അതുകൊണ്ട് രക്ഷപ്പെട്ടു പോകും. അല്ല റീജിത്തെ,
ഈ ഒറ്റ കാര്യത്തിൽ അഭിപ്രായം പറഞ്ഞാൽ മതി. ഭാര്യയെ സാക്ഷിയാക്കി നേരെ പ്രേക്ഷകരിലേക്ക് മാത്രം നോക്കി, ജോലി സ്ഥലത്ത് നിന്ന് ഒരു പെൺകുട്ടിയെ കല്യാണം കഴിക്കുന്നതിലുള്ള ഏറ്റവും വലിയ ദോഷം എന്താണ്? ഗുണമല്ല ഞാൻ ചോദിച്ചിരിക്കുന്നത്. അതിൽ ദോഷമില്ല, സത്യം. അല്ല, അതിന് എനിക്ക് തരിക്കുന്നുണ്ട് കോപം. അല്ല എസ്കേ, അതിലൊരു ദോഷമില്ല. അത് കുറച്ചുകൂടെ എളുപ്പമാണ് നമുക്ക് കാര്യം. റീത്തെ ദോഷം ഉണ്ടെന്ന് എനിക്കറിയാം, അതുകൊണ്ട് അതിൽ ഒരു ദോഷം മാത്രമല്ല, ഇതിനുള്ള ഗുണം എന്തുവെന്നറിയോ? ഇനിയും ചില ഇല അനക്കങ്ങൾ കാണുന്നു ഞാൻ, ചില തിരയിളക്കം. അപ്പം അതുണ്ടാകാതിരിക്കാൻ ഇത് ഉപകരിക്കും. അതുമായി ബന്ധപ്പെട്ടെന്ന് ചോദിച്ചോട്ടെ, നിങ്ങൾ രണ്ടുപേരും പ്രണയിച്ചത് എന്റെ പി പി ഇതിന് മറുപടി അല്ല, അത് പറഞ്ഞോട്ടെ, അതും കൂടി കൂട്ടിച്ചേർത്ത് പറഞ്ഞു. ഈ ഓഫീസിൽ അറിയാതെ എങ്ങനെയാണ് ഈ പ്രണയം കൊണ്ടു നടന്നതെന്ന് കൂടി അത് ജെയിംസ് സാർ പറഞ്ഞ അങ്ങനെ വിപുലമായെന്ന് അറിയില്ലായിരുന്നു. നമ്മുടെ വളരെ കുറച്ച് ചെറിയൊരു സർക്കിളിൽ മാത്രമേ അത് അറിയുള്ളായിരുന്നു. അപ്പൊ അങ്ങനെയാണ് അവര് കരുതിയിരുന്നത്. എന്തോ എല്ലാ കാര്യങ്ങളും ഒരു തീരുമാനമായതിനു ശേഷമാണ് വിപുലമായി എല്ലാവരോടും പറയുക. അതിന്റെ ക്രെഡിറ്റ് റിജിത്തേട്ടൻ തന്നെയാണ്. ഞാൻ അതീവ രഹസ്യമായിട്ടായിരുന്നു എന്റെ നീക്കങ്ങൾ. ഓക്കെ. അല്ല, റിജിത്ത് ശരിക്കും സംതൃപ്തനാണോ എന്നൊരു ചോദ്യം ഞാൻ ചോദിക്കുന്നില്ല, പക്ഷേ അസംതൃപ്തനാണോ എന്ന് ചോദിക്കേണ്ടി വരും. ഒരിക്കലല്ല, ഞാൻ സംതൃപ്തനാണ് താനും. നല്ല മലയാളം ജീവിതത്തിൽ പകർത്താൻ കഴിഞ്ഞില്ലെങ്കിലും അല്ലേ? ഓക്കെ റിജിത്ത്, താങ്ക് യു. പിന്നെ ഇപ്പം പ്രഗ്നന്റ് കൂടിയാണ് അല്ലേ? ഒരു കാര്യം ചെയ്യാം. അപ്പോൾ പക്ഷേ ഈ സ്വഭാവമൊക്കെ മാറുന്ന ഒരു ന്യൂസ് റൂമിൽ കാണുന്ന ടി കെ റീജിത്ത് അല്ല. റീജിത്ത് വിദേശ രാജ്യത്തൊക്കെ ചെന്ന്. നിങ്ങൾ വിദേശത്ത് വെച്ച് റീജിത്തിനെ കണ്ടിട്ടില്ലല്ലോ? കണ്ടിട്ടുണ്ടല്ലോ. എനിക്കൊന്നും ഇത് സിംബോളിക് ആണെന്ന് തോന്നുന്നു. ഇപ്പൊ കഴുത്തേ കിടക്കുന്ന ബിന്ദിയാ. ഓക്കെ. അപ്പോൾ യഥാർത്ഥത്തില് വിജയകുമാറിന് കഡ്ജുവിനെ കിട്ടുന്നുണ്ടല്ലോ. എന്നാൽ 24 ഒരു കഡ്ജു ഉണ്ട്. ആരാണ് ആ കഡ്ജു? 24 ഒരു കഡ്ജു ഉണ്ട്. ആരാണ് കഡ്ജു? ആരാണ് വിന്ധ്യ? 24 കഡ്ജു. സംശയമുണ്ടോ? വിന്ധ്യക്ക് സംശയം ഉണ്ടെങ്കിൽ വിന്ധ്യ ജസ്റ്റ് വെയിറ്റ്, നമുക്ക് സ്ക്രീനിൽ കാണാം. ഹൂ ഈസ് കഡ്ജു ഇൻ 24? റീജിത്തിനെ കുറിച്ച് പറയാൻ ഒരുപാട് പറയാനുണ്ട്. റീജിത്തിനെ നമ്മുടെ ജേർണലിസം ക്ലാസ്സിൽ നമ്മളെല്ലാവരും കഡ്ജു എന്നാണ് വിളിച്ചുകൊണ്ടിരുന്നത്. അതിന് കാരണം റീജിത്ത് മാർക്കണ്ഡേയ കഡ്ജുവിൻ്റെ ഒരു ആരാധകനായിരുന്നു. ആ സമയത്ത് അവൻ പറയുന്ന കാര്യങ്ങളൊക്കെ കഡ്ജുവിൻ്റെ ഒരു കോട്ട് വെച്ചിട്ടാണ് അവൻ ആ സമയത്ത് പറഞ്ഞിട്ടുള്ളത്. അവനെ പറയാൻ ഒരുപാടുണ്ട്. അവൻ പ്രണയത്തേക്ക് അവനൊരു പുച്ഛായിരുന്നു. പക്ഷെ പിന്നീട് അവൻ പ്രണയിച്ചിട്ടാണ് കല്യാണം കഴിച്ചത്. അപ്പം അങ്ങനെയുള്ള ഓരോ വൈരുദ്ധ്യങ്ങളുണ്ട്. അന്ന് കഡ്ജുവായിട്ട് നമ്മുടെ ക്ലാസ്സിൽ വിലസിയിരുന്ന റീജിത്താണ് ഇപ്പോൾ മലയാള മാധ്യമ രംഗത്ത് മികച്ച ആങ്കറായിട്ട് തിളങ്ങിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ റീജിത്തിനെ കുറിച്ച് അതുമല്ലാതെ അവന് കുറേ ഹോബികളും മറ്റു പല ഹോബികളും ഉണ്ട്. അതെല്ലാം ഇപ്പം പറയാൻ പറ്റുമെന്ന് അറിയില്ല. പക്ഷെ ആ സമയത്തുള്ള അതിൻ്റെ ഒരു അന്വേഷണത്വരയും അതുപോലെ തന്നെ കാര്യങ്ങൾ കണ്ട് മനസ്സിലാക്കി അതിനെ വിശകലനം ചെയ്ത് ആ ഒരു ത്വരയൊക്കെ കഡ്ജുവിൻ്റെ കോപ്പി ചെയ്യുന്നതിൽ കുറേ അവൻ സ്വാധീനിച്ചിട്ടുണ്ട്. അതാണ് നമ്മൾ അവനൊക്കെ കഡ്ജു എന്ന് വിളിച്ചുകൊണ്ടിരുന്നത്. അവൻ എത്രമാത്രം ആസ്വദിച്ചിട്ടുണ്ടെന്നത് പിന്നീട് നമുക്ക് അവൻ്റെ ആക്ടിവിറ്റീസ് കണ്ടപ്പോൾ നമുക്ക് മനസ്സിലായിരുന്നു. താങ്ക് യു മിസ്റ്റർ കഡ്ജു. പ്രദീപ് മൈലപ്രവൻ എന്നാണ് പുള്ളിയുടെ പേര്. പഠിച്ചാണോ? അതെ അതെ, ഒരുമിച്ച് പഠിച്ചാണ് കോഴിക്കോട് പ്രസ് ക്ലബിൽ. അപ്പൊ ടി കെ റീത്ത് എന്താ നന്നായിട്ട് അറിയാവുന്ന ആള്? അതെ അതെ അതെ. അപ്പോ അറിയാം, പരിചയം തമ്മിൽ ഇല്ല? നന്നായി. ഇത് ഞാനേ അന്ന് മാർക്കണ്ഡേയ കഡ്ജുവിന്റെ സംഭവം നമുക്ക് ഒരുപാട് ഇതൊക്കെ എഴുതാനുണ്ടാവുമല്ലോ. ഒരു ലേഖനം എഴുതിയതിന്റെ പേരിൽ കിട്ടിപ്പോയത് വളരെ കുറച്ചു കാലമൊന്നും. ഓക്കെ വിന്ധ്യ, ഇങ്ങോട്ട് വിളിച്ചു വരുത്തി വളരെ സന്തോഷം. അപ്പോൾ ആശംസകൾ. ദാമ്പത്യമൊക്കെ നന്നായി പോകുന്നുണ്ടല്ലോ. 24 ഉപദേശിക്കണം. എന്ത് നന്നായി ജീവിക്കണം എന്നുള്ളതല്ല, എന്റെ മോഡൽ പിന്തുടരരുത്. അല്ല, ബിന്ദി അങ്ങനെ പറയത്തില്ല. അല്ല, ആ മോഡൽ പിന്തുടരണമെന്നായിരിക്കും ബിന്ദി ഉപദേശിക്കുക. കാര്യത്തിൽ വലിയ താല്പര്യം അല്ലല്ല, എനിക്കിപ്പോ ഇവരുടെ കാര്യത്തിൽ വലിയ താല്പര്യമാണ്. നമുക്ക് മറ്റു വിഷയങ്ങളിലേക്ക് കടന്നാലോ? അതല്ല, നമുക്ക് ഇങ്ങനെയുള്ള വിഷയങ്ങൾ സംസാരിച്ച് കുഴപ്പത്തിലാകാതെ വിഷയങ്ങളിലേക്ക് കടക്കാം. ഇനി നമുക്ക് പ്രിയപ്പെട്ടവരെ ചെറിയൊരു ഇടവേളയിലേക്ക് നമ്മൾ പോവുകയാണ്. ഇടവേളക്കിടയിൽ ബിന്ദി വീട്ടിലോട്ട് പോകും. അപ്പോൾ ഈ ഇടവേള കഴിഞ്ഞ് വരുമ്പോൾ നമ്മൾ കാണാൻ പോകുന്ന ഒരു കാര്യം, നമ്മൾ ഈ അഭിമുഖമൊക്കെ നടത്താൻ പോകുന്ന സമയത്തൊക്കെ തന്നെ നല്ല ചീത്തവിളി കിട്ടും. പല ആളുകൾക്കും, ഇതിനകത്ത് നിൽക്കുന്ന പല ആളുകൾക്കും കിട്ടിയിട്ടുണ്ട്. ആഷ്മിക്കൊക്കെ നല്ല അനുഭവമുണ്ട്. ഈ നിൽക്കുന്ന ഒരപ്പാവിയിൽ എല്ലാ അപ്പാവി ആയിക്കോട്ടെ, നല്ല ഡെസിഗ്നേഷൻ. ഒരു മുൻ മുഖ്യമന്ത്രി ചീത്ത വിളിച്ചിട്ടുണ്ട്. ചെറിയ കാര്യമല്ല ഇത്. നിങ്ങൾ കരുതിക്കോണം, ഈ നിൽക്കുന്നവരൊന്നും ചെറിയ മീനല്ല അല്ലേ?